Okay, good afternoon to all. Good afternoon. Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് Dialysis service. Dialysis service. ഡയാലിസിസ് സർവീസസ് ആയിരുന്നു അല്ലെ. അപ്പൊ ഡയാലിസിസ് സർവീസിൽ എന്തൊക്കെയാ പഠിച്ചേ? എന്താണ് ഡയാലിസിസ് എന്ന് പറയുന്നത്? എന്താണ് ഡയാലിസിസ്? Dialysis is a treatment that filters and purifies the blood using a machine. ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ കിഡ്നി എന്തൊക്കെ ഫങ്ഷൻസ് പെർഫോം ചെയ്യുന്നുണ്ടോ നോർമൽ ആയിട്ട് ആ ഫങ്ഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മെഷീന്റെ സഹായത്തോടുകൂടി ചെയ്യുന്നു അല്ലെ. ഇനി എന്തൊക്കെയായിരുന്നു പ്രധാന യൂസസ്? 2 യൂസസ് പഠിച്ചില്ലേ ഡയാലിസിസിന്റെ? എന്തൊക്കെയായിരുന്നു 2 യൂസസ്? മറ്റൊരാള് പറഞ്ഞേ. acute renal failure end stage renal failure. ഓക്കെ, എന്താണ് അക്യൂട്ട് റീനൽ ഫെയിലിയർ എന്ന് പറയുന്നത്? സഡൻ ആയിട്ട് കിഡ്നിക്ക് ഉണ്ടാവുന്ന ഡാമേജ് മൂലം കിഡ്നിയുടെ ഫങ്ഷൻസിന് ബുദ്ധിമുട്ട് വരുന്നത്. കിഡ്നി ഡാമേജുകളോ കാര്യങ്ങളോ വരുന്നത് അല്ലെ. ഇനി അവിടെ എന്താണ് നമ്മുടെ ട്രീറ്റ്മെന്റുകൾ? 2 തരം പറഞ്ഞില്ലേ, 2 ടൈപ്പ് പറഞ്ഞില്ലേ. 2 കേസ്, സിവിയർ കേസ് അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ കേസിലാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ക്രിട്ടിക്കൽ കേസ് ഡയാലിസിസ്, ഷോർട്ട് ടേം ഡയാലിസിസ് നടത്തണം അല്ലെ. ഇനി മറ്റേതാണെങ്കിലോ അത്ര ക്രിട്ടിക്കൽ അല്ലാത്തൊരു കേസ് ആണെങ്കിൽ അവിടെ എന്ത് ഫ്ലൂയിഡ്സ് ആ യൂസ് ചെയ്യുന്നത്? ഇൻട്രാവീനസ് ഫ്ലൂയിഡ്സ് ഉപയോഗിച്ചിട്ട് ആ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നു. ക്രോണിക് കേസിൽ വന്നാലോ അല്ലെങ്കിൽ എൻഡ് സ്റ്റേജ് കിഡ്നി ഡിസീസിൽ വന്നാലോ ഡയാലിസിസ് തന്നെ ചെയ്യണം. ഡയാലിസിസ് തന്നെ ചെയ്യണം. അപ്പൊ എത്ര നാളാ ഡയാലിസിസ് തുടരേണ്ടി വരും? അവിടെ ഷോർട്ട് ടേം ആണോ ഡയാലിസിസ് ചെയ്യേണ്ടത്? ലൈഫ് ലോങ് പെർമനന്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. അല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ഓപ്ഷൻ എന്താണ് അവരുടെ ബുക്കിലുള്ളത്? കിഡ്നി ട്രാൻസ്പ്ലാന്റ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ടി വരും. ശരി, നെക്സ്റ്റ് നമ്മൾ എന്താ പഠിച്ചത്? കിഡ്നിയുടെ ഫങ്ഷൻസ് അല്ലെ. കിഡ്നി പ്രധാനമായിട്ടും നോർമലായിട്ട് നമ്മുടെ ബോഡിയിൽ ചെയ്യുന്ന ഫങ്ഷൻസ് പഠിച്ചു. ഇനി അതേപോലെ തന്നെ എന്താ അത് ഫങ്ഷൻ ചെയ്യാതെ വന്നു കഴിഞ്ഞാല് ആ ഫങ്ഷൻസ് ആരാ ചെയ്യേണ്ടത്? ഡയാലിസിസ് എന്ന് പറയുന്ന ആ ഒരു ട്രീറ്റ്മെന്റ് വഴിയാണ് നമ്മൾ അവർക്കൊരു എക്സ്ട്രാ ഹെൽപ്പ് പോലെ ചെയ്തു കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതിൽ ഏതൊക്കെയാണ് കിഡ്നി പ്രധാനമായിട്ടും 3 ഫങ്ഷൻസ് അല്ലേ പഠിച്ചത്? പെർഫോം ചെയ്യുന്ന 3 ഫങ്ഷൻസ് ഏതൊക്കെയായിരുന്നു? ജംഷീന യെസ് മാം. ആ ഫങ്ഷൻസ് ഒന്ന് 3 പറഞ്ഞേ. കിഡ്നി പ്രോപ്പർലി ഫങ്ഷൻ ചെയ്യുന്ന ഒരു കിഡ്നി ആണെങ്കിൽ എക്സ്ട്രാ വാട്ടർ, വേസ്റ്റ്, അതർ ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ബോഡിയിൽ ഫൈൽ ചെയ്യുന്നതിന് പ്രിവെന്റ് ചെയ്യും. ഓക്കെ. പിന്നെ BP കൺട്രോൾ ചെയ്യും. പിന്നെ സോഡിയം, പൊട്ടാസ്യം ഒക്കെ ബ്ലഡിലുള്ള കെമിക്കൽ എലമെന്റ്സ് കൺട്രോൾ ചെയ്യും, അതിന്റെ ലെവലൊക്കെ. ഓക്കെ. ഏത് വൈറ്റമിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? വൈറ്റമിൻ D ആക്ടിവേറ്റ് ചെയ്യും. പിന്നെ കാൽസ്യത്തിന്റെ അബ്സോർപ്ഷൻ എൻഹാൻസ് ചെയ്യും. അബ്സോർപ്ഷനെ എൻഹാൻസ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഫങ്ഷൻസ് കിഡ്നി പെർഫോം ചെയ്യാതെ വന്നാലും നമ്മൾ അതിന് പകരമായിട്ട് ഏതൊരു ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ആ പേഷ്യൻസിന്? ഡയാലിസിസ്. ഇത്രയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് ഡയാലിസിസ് നോക്കാം. ടൈപ്സ് ഓഫ് ഡയാലിസിസ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ടൈപ്സ് ഓഫ് ഡയാലിസിസ്. നമ്മുടെ ഡയാലിസിസ് എന്താണെന്ന് നമ്മൾ പഠിച്ചു അല്ലെ. അപ്പോ ഡയാലിസിസ് 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ആണ് ഹീമോ ഡയാലിസിസ് എന്ന് പറയുന്നത്. എ ആണ് ഹീമോ ഡയാലിസിസ്. ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ഹീമോ ഡയാലിസിസ്. സെക്കൻഡ് വൺ ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ്. തേർഡ് വൺ ആണ് കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അല്ലെങ്കിൽ CRRT. 3 പഠിച്ചു. ഏതാണ് ടൈപ്സ്? 3 ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ഹീമോ ഡയാലിസിസ്, പെരിറ്റോണിയൽ ഡയാലിസിസ്, കണ്ടിന്യൂസ് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി അല്ലെങ്കിൽ CRRT എന്ന് പറയുന്നത്. നമുക്ക് ഫസ്റ്റ് വൺ നോക്കാം. ഏതായിരുന്നു? ഹീമോ ഡയാലിസിസ്. ഫസ്റ്റ് വൺ ആണ് ഹീമോ ഡയാലിസിസ്. അതിന്റെ ഷോർട്ട് ടേം എന്താണ്? HD എന്നറിയപ്പെടുന്നു. ഷോർട്ട് ടേംസ് പഠിച്ചിരിക്കണോട്ടാ. ഹീമോ ഡയാലിസിന്റെ ഷോർട്ട് ടേം ഏതാ? HD എന്നറിയപ്പെട്ടാലും HD എന്ന് ഡിനോട്ട് ചെയ്താലും എന്ത് തന്നെയാണ്? ഹീമോ ഡയാലിസിസ് ആണ്.
എന്താണ് ഹീമോഡയാലിസിസ് നോക്കി. ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഈസ് ഹീമോഡയാലിസിസ്. ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡയാലിസിസ് എന്ന് പറയുന്നത് ഏതാണ്? ഹീമോഡയാലിസിസ് ആണ്. ഹീമോഡയാലിസിസ് ഈസ് എ മെത്തേഡ് in which a dialysis machine and a special filter called an artificial kidney or a dialyzer is used. Hemodialysis എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഏത് ടൈപ്പ് ആണ്? ഹീമോഡയാലിസിസ് ആണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ, മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ഏതാണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത് ഒരു മെത്തേഡ് ആണ്. ഈ മെത്തേഡിൽ എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? അവിടെ ഒരു ഡയാലിസിസ് മെഷീൻ യൂസ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ ഫിൽറ്ററും ഉണ്ടായിരിക്കും. എന്തിനാണ് ഒരു ഫിൽറ്റർ അവിടെ ആവശ്യം? എന്തിനു വേണ്ടിയിട്ടാണ്? ബ്ലഡിനെ ഫിൽറ്റർ ചെയ്ത് പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ. അതിന്റെ എക്സസ് ആയിട്ടുള്ള വാട്ടറുകളോ അല്ലെങ്കിൽ വേസ്റ്റസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഫിൽറ്ററും അതുപോലെ ഒരു ഡയാലിസിസ് മെഷീനും ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു ഡയാലിസിസ് മെഷീനെയും ആ ഒരു സ്പെഷ്യൽ ഫിൽറ്ററിനെയും ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഡയാലൈസർ എന്ന് വിളിക്കുന്നു. ക്ലിയർ ആയോ? ഹീമോഡയാലിസിസില് അവിടെ ഒരു ഡയാലിസിസ് മെഷീൻ ഉണ്ടായിരിക്കും, അതോടൊപ്പം ഒരു സ്പെഷ്യൽ ഫിൽറ്ററും ഉണ്ടായിരിക്കും. അപ്പൊ ഈ ഡയാലിസിസ് മെഷീനെയും ആ ഒരു സ്പെഷ്യൽ ഫിൽറ്ററിനെയും ഒരുമിച്ച് നമ്മൾ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി അല്ലെങ്കിൽ ഡയാലൈസർ എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് അതൊരു ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് വിളിക്കാനായിട്ടുള്ള കാരണം? കാരണം എന്താ? ആ ഒരു കിഡ്നി അല്ലെ, ആ ഒരു പേഷ്യന്റിന്റെ നോർമൽ ആയിട്ടുള്ള കിഡ്നി എന്തൊക്കെ ഫങ്ഷൻസ് ചെയ്തിട്ടുണ്ടോ ആ ഫങ്ഷൻസ് ഒക്കെ ഈ ഒരു മെഷീനാണ് ഇപ്പൊ ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെന്താ ആർട്ടിഫിഷ്യൽ കിഡ്നിയുടെ ഫങ്ഷൻ തന്നെയല്ലേ ഇവിടെ ചെയ്യുന്നത്, പക്ഷെ ഒരു മെഷീൻ ആണെന്ന് മാത്രം. ഇവിടെ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് ഇതിനെ വിളിക്കുന്നു. ആർട്ടിഫിഷ്യൽ കിഡ്നിയിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും? ഒരു ഡയാലിസിസ് മെഷീനും അതിനാവശ്യമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫിൽറ്ററും ഉണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പൊ ഡയാലൈസർ എന്ന് പറഞ്ഞാലും ഈ സെയിം തന്നെയാണ്. ഇനി മറ്റൊരു പേര് കൂടി പറയാം, ഹീമോ ഡയാലൈസർ. ആർട്ടിഫിഷ്യൽ കിഡ്നിനെ തന്നെ എന്തെന്ന് പറയാം? ഡയാലൈസർ അല്ലെങ്കിൽ ഹീമോ ഡയാലൈസർ എന്ന് പറയാം. കാരണം എന്താ? ഹീമോ ഡയാലിസിസിനല്ലേ അത് യൂസ് ചെയ്യുന്നത്, അതുപോലെ ബ്ലഡുമായി റിലേറ്റ് ചെയ്തല്ലേ ആ ഒരു മെഷീൻ വരുന്നത്. അതുകൊണ്ട് തന്നെ ആർട്ടിഫിഷ്യൽ കിഡ്നി, ഡയാലൈസർ, ഹീമോ ഡയാലൈസർ എന്നൊക്കെ പറഞ്ഞാലും സെയിം തന്നെയാണ്. Clear ആയോ? This artificial kidney or hemodialyzer eliminates waste and surplus fluid from the blood. അല്ലെ, ഈ ഒരു ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡിനെ ഫിൽറ്റർ ചെയ്ത് പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫിൽറ്റർ ചെയ്ത് പ്യൂരിഫൈ ചെയ്യുമ്പോൾ അതിൽ നിന്ന് എന്താണ്? ബ്ലഡിൽ ഉണ്ടാവുന്ന വേസ്റ്റസും എക്സ്ട്രാ ഫ്ലൂയിഡ്സും ഒക്കെ എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്ത് കളയുന്നു. The filtered blood is then sent back to the body with the help of a dialysis machine. അപ്പൊ ഇങ്ങനെ ഫിൽറ്റർ ചെയ്താൽ മാത്രം പോരാ, ഫിൽറ്റർ ചെയ്ത് പ്യൂരിഫൈഡ് ആയിട്ട് വരുന്ന ആ ബ്ലഡിനെ തിരിച്ചെന്ത് ചെയ്യണം? ആ ഒരു പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തന്നെ തിരിച്ച് സെൻഡ് ചെയ്ത് കൊടുക്കണം അല്ലെ, സെൻഡ് ചെയ്യണം. അപ്പൊ അതിനാവശ്യമായിട്ട് എന്താണ് ചെയ്യുന്നത്? ആ ഒരു ഫിൽറ്റർ ചെയ്ത് വരുന്ന ആ ഒരു ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്തതിനു ശേഷം ആ പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡും ഈ ഒരു ഡയാലിസിസ് മെഷീന്റെ സഹായത്തോട് തന്നെ ആ ഒരു പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് തിരിച്ച് സെൻഡ് ചെയ്യുന്നു. Before starting hemodialysis, minor surgery is required to make a vascular access site, that is opening into one of your blood vessels, normally in the patient's arm. അപ്പോ ഇവിടെ ഹീമോഡയാലിസിസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് അവിടെ ഒരു വാസ്കുലർ അസസ് സൈറ്റ് ഓപ്പൺ ചെയ്തിരിക്കണം. എന്താണ് ഒരു വാസ്കുലർ അസസ് സൈറ്റ് എന്ന് പറയുന്നത്? ഓപ്പണിംഗ് ഇൻ ടു വൺ ഓഫ് യുവർ ബ്ലഡ് വെസൽസ്. നമ്മുടെ ബോഡിയിലെ ഏതെങ്കിലും ഒരു ബ്ലഡ് വെസൽസിൽ ഓപ്പണിംഗ് ഉണ്ടാക്കുന്നതിനെ അതിനെ എന്ത് ചെയ്യുന്നു? ഓപ്പൺ ചെയ്യും. ഓപ്പണിംഗ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രൊസീജിയർ ആണ് വാസ്കുലർ അസസ് സൈറ്റുകൾ എന്ന് പറയുന്നത്. ആ ഒരു ഓപ്പണിങ്ങിനെയാണ് അവിടെ വാസ്കുലർ അസസ് സൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് എന്തിലാണ്? നമ്മുടെ ബോഡിയിലുള്ള ഏതെങ്കിലും ഒരു ബ്ലഡ് വെസലിൽ ഓപ്പണിംഗ് ഉണ്ടാക്കുന്നു. ആ ഒരു ഓപ്പണിംഗ് ഉള്ള ആ ഒരു റീജിയൻ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനെ വിളിക്കുന്ന പേരാണ് വാസ്കുലർ അസസ് സൈറ്റുകൾ എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് ഈ വാസ്കുലർ അസസ് സൈറ്റിൽ ഓപ്പണിംഗ് ഉണ്ടാക്കുന്നത്? ഒരു മൈനർ സർജറീസിലൂടെയാണ് ഈ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുന്നത്. അത് എന്തിനു മുൻപായിരിക്കണം? ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപായിരിക്കണം ഈ ഒരു മൈനർ സർജറീസിലൂടെ വാസ്കുലർ അസസ് സൈറ്റുകൾ അല്ലെങ്കിൽ ആ ബ്ലഡ് വെസൽസിൽ ഓപ്പണിംഗ് ഉണ്ടാക്കേണ്ടത്. Then normally in the patient's arm, എപ്പോഴും നോർമലി എവിടെയാണ് ആ ഒരു വാസ്കുലർ അസസ് സൈറ്റ് അല്ലെങ്കിൽ ആ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുന്നത്? ആംസിൽ അല്ലെങ്കിൽ കൈകളിലാണ്, പേഷ്യൻസിന്റെ കൈകളിലാണ്.
Then this access site is important to have an easy way to get blood from the body. അല്ലെ, അപ്പൊ അങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ടായി കഴിയുമ്പോൾ എന്താണ്, ആ ഓപ്പണിംഗ് വഴി നമുക്ക് ഈ ഒരു മെഷീന്റെ സഹായത്തോടു കൂടി ബ്ലഡ് എന്ത് ചെയ്യാൻ പറ്റും, പ്യൂരിഫൈ ചെയ്യാനായിട്ട്, ഫിൽറ്റർ ചെയ്യാനായിട്ട് ബോഡിയിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു മെഷീനിലോട്ട് എന്താണ് ഈസി ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് ത്രൂ ദ ഡയലൈസർ ആൻഡ് ബാക്ക് ഇൻ ടു ദ ബോഡി. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അത് ആ ഒരു മെഷീനിലൂടെ ഫിൽറ്റർ ചെയ്ത് പ്യൂരിഫൈ ചെയ്ത് വന്നു കഴിയുമ്പോൾ ആ തിരിച്ച് പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡ് എന്ത് ചെയ്യുന്നു, ഈ ഒരു മെഷീന്റെ സഹായത്തോട് കൊണ്ട് തന്നെ ആ ഒരു ഓപ്പണിംഗ് വഴി നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ച് അവരുടെ ബോഡിയിലേക്ക് തന്നെ എന്ത് ചെയ്യാം, സെൻഡ് ചെയ്ത് കൊടുക്കാം. The different types of access for hemodialysis are as follows. ഇനി ഏതൊക്കെയാണ് നമ്മൾ ഈ ഹീമോഡയാലിസിസിൽ ഉപയോഗിക്കുന്ന 3 ഡിഫറെന്റ് അസസ് സൈറ്റുകൾ, വാസ്കുലാർ അസസ് സൈറ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട്. അതാണ് ഇനി താഴെ പഠിക്കാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെയായിരുന്നു ഹീമോഡയാലിസിസിൽ പറഞ്ഞിരുന്നത്? ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത് ഷോർട്ട് ആയിട്ട് നമുക്ക് എന്ത് വിളിക്കാം, HD എന്ന് വിളിക്കാം. ഇതൊരു മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. ഇനി ഹീമോഡയാലിസിസ് എന്ന് പറയുന്ന ആ ഒരു മെത്തേഡില് ഒരു ഡയാലിസിസ് മെഷീൻ ഉണ്ടായിരിക്കും, അതോടൊപ്പം തന്നെ ഒരു സ്പെഷ്യൽ ഫിൽറ്ററും ഉണ്ടായിരിക്കും. അതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ കിഡ്നി ഡയലൈസർ അല്ലെങ്കിൽ ഹീമോ ഡയലൈസർ എന്ന് പറഞ്ഞാലും ഈ ഒരു മെഷീനും ആ സ്പെഷ്യൽ ഫിൽറ്ററും കൂടി ചേർന്ന ആ ഒരു യൂണിറ്റ് ആണ്. ഈ ഒരു ഹീമോഡയാലിസർ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കിഡ്നി എന്താണ് ചെയ്യുന്നത്, അവരുടെ ആ പേഷ്യൻസിന്റെ ബോഡിയിലെ എന്താണ് ബ്ലഡിൽ ഉണ്ടാവുന്ന വേസ്റ്റസിനെയും എക്സ്ട്രാ ഫ്ലൂയിഡ്സിനെയൊക്കെ എന്ത് ചെയ്യുന്നു, റിമൂവ് ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്, ആ ഒരു ബോഡിയിലെ ആ ബ്ലഡ് എന്ത് ചെയ്യുന്നു, ഈ ഒരു മെഷീന്റെ സഹായത്തോടു കൂടി ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കും, അല്ലെ, ഒരു വാസ്കുലർ അസസ് സൈറ്റ് എന്ന് പറയുന്ന ബ്ലഡ് വെസലില് ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കി, ഒരു മൈനർ സർജറീസ് യൂസ് ചെയ്തുകൊണ്ടാണ് അവിടെ ആ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കുന്നത്. ആ ഓപ്പണിംഗ് വഴി എന്ത് ചെയ്യുന്നു, ആ പേഷ്യന്റിന്റെ ബോഡിയിലുള്ള ബ്ലഡ് അല്ലെങ്കിൽ എന്താണ് പ്യൂരിഫൈ ഫിൽറ്റർ ചെയ്യേണ്ടതായിട്ടുള്ള ആ ബ്ലഡിനെ കളക്ട് ചെയ്യുന്നു. അതിനുശേഷം എന്താ, അത് ആ ഒരു മെഷീനിലൂടെ കടന്നുപോയി അതിനെ ഫിൽറ്റർ ചെയ്ത് ആ ബ്ലഡിനെ ഫിൽറ്റർ ചെയ്ത് എക്സസ് ആയിട്ടുള്ള വേസ്റ്റുകളും ഫ്ലൂയിഡ്സും ഒക്കെ റിമൂവ് ചെയ്തതിന് ശേഷം പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡ് തിരിച്ച് ഈ ഒരു മെഷീന്റെ സഹായത്തോടു കൂടി തന്നെ ആ ഒരു ഓപ്പണിംഗിലൂടെ അവരുടെ ബോഡിയിലേക്ക് തിരിച്ച് സെൻഡ് ചെയ്യുന്നു. ഇനി ഇവിടെ ആ ഒരു വാസ്കുലർ അസസ് സൈറ്റുകള് 3 തരത്തിൽ ഹീമോഡയാലിസിസിൽ യൂസ് ചെയ്യുന്ന വാസ്കുലർ അസസ് സൈറ്റുകളാണ് പറയുന്നത്. 3 ഡിഫറെന്റ് ആയിട്ടുള്ള 3 വാസ്കുലർ അസസ് സൈറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വണ്ണാണ് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല അല്ലെങ്കിൽ AV ഫിസ്റ്റുല എന്നറിയപ്പെടുന്നു. ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല അല്ലെങ്കിൽ AV ഫിസ്റ്റുല. AV ഫിസ്റ്റുല ഇസ് എ സർജിക്കൽ കണക്ഷൻ ബിറ്റ്വീൻ ആൻ ആർട്ടറി ആൻഡ് എ വെയിൻ. എന്താണ് ഒരു ആർട്ടറി, ഒരു വെയിൻ ഒക്കെ പറഞ്ഞാല്, ആർട്ടറി എങ്ങനെയുള്ള ബ്ലഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്, ആർട്ടറീസ്, യെസ് വെരി ഗുഡ്, പ്യുവർ ബ്ലഡ് ആണ് അല്ലെ, പ്യുവർ ആയിട്ടുള്ള ബ്ലഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് ആർട്ടറീസ് ആണ്. ഇംപ്യുവർ ബ്ലഡിനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് വെയിൻസ് ആണ്. അപ്പൊ ഇവിടെ ഈ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്ന് പറയുന്ന ആ ഒരു വാസ്കുലർ അസസ് സൈറ്റില് അവിടെ എന്താണ്, ഒരു സർജിക്കൽ കണക്ഷൻ ഉണ്ടാക്കുന്നു. എന്തൊക്കെ തമ്മിലാണ്, ആർട്ടറീസും വെയിൻസും തമ്മിൽ ഒരു സർജിക്കൽ കണക്ഷൻ, രണ്ടുമായിട്ട് ഒരു കണക്ട് ചെയ്യിക്കുന്നു. ഓഫൺ എ ഫിസ്റ്റുല ഈസ് ക്രിയേറ്റഡ് ഇൻ ദ ആം. ഇനി ഫിസ്റ്റുല ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ആമിലാണെങ്കിൽ, ഒരു പേഷ്യന്റിന്റെ കയ്യിലാണെങ്കിൽ അവരുടെ ആർട്ടറീസ് ഇൻ ദ ആം ആർ നോട്ട് ലാർജ് ഓർ ഹെൽത്തി ഇനഫ്. ഇനി എന്താണ്, ഇറ്റ് ക്യാൻ ഓൾസോ ബി പുട്ട് ഇൻ ദ ലെഗ്. എന്താണ്, നമുക്ക് 2 ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ. ഒന്നില്ലെങ്കിൽ ആർട്ടറീസ് അവരുടെ ആ ഒരു പേഷ്യന്റിന്റെ കൈകളില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫിസ്റ്റുല ആ ഒരു സർജിക്കൽ കണക്ഷൻസ് വഴി ചെയ്യാൻ പറ്റും. അല്ല എന്നുണ്ടെങ്കിലോ ആ ആംസിന്റെ, ആ പേഷ്യൻസിന്റെ ആംസില് നല്ല ലാർജ് ആയിട്ടുള്ള എന്താണ് ആർട്ടറീസോ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ളവയോ ഒന്നും വെയിൻസോ ഒന്നും ആർട്ടറീസോ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് അവിടെ എന്ത് ചെയ്യാം, ലെഗില് ആ ഒരു പ്രൊസീജിയർ ചെയ്യാം. രണ്ട് ആമിലും ചെയ്യാം, ലെഗിലും ചെയ്യാം. ഏറ്റവും മോസ്റ്റ് ആയിട്ട് ചെയ്യുന്നത് ആംസിലാണ്. എന്നാൽ അവിടെ എന്താണ് ഹെൽത്തി ആയിട്ടുള്ള അല്ലെങ്കിൽ ലാർജ് ആയിട്ടുള്ള ആർട്ടറീസോ വെയിൻസോ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ലെഗില് ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഫിസ്റ്റുല ചെയ്യുന്നു. ക്ലിയർ ആകുന്നുണ്ടോ? Then it is the most natural access site as it is formed from blood vessels. അല്ലെ, ഇവിടെ എന്താണ് ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ആ ഒരു പിക്ചർ നിങ്ങൾ നോക്കിയേ. ഹാൻഡിലാണ് ഇവിടെ ഇപ്പൊ ഫിസ്റ്റുല കാണിച്ചിരിക്കുന്നത്. ആ റെഡ് കളറിൽ വരുന്നതാണ് ആർട്ടറീസ്, ബ്ലൂ കളറിൽ വരുന്നതാണ് വെയിൻസ്. ക്ലിയർ ആയോ?
അപ്പൊ ആർട്ടറീസിലൂടെ ബ്ലഡ് വരുന്നുണ്ട്, വെയിൻസിലൂടെയും ബ്ലഡ് വരുന്നത് അല്ലെ. വെയിൻസിലൂടെ എന്താ ബ്ലഡ് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതായത് പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡ് ആർട്ടറീസിലൂടെ നമ്മുടെ ഓരോ ഭാഗങ്ങളിലേക്കും എത്തുന്നു. അതിനുശേഷം എന്താ ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് വെയിൻസിലൂടെ തിരിച്ചു പോകുന്നു. അപ്പൊ ഇവിടെ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല കണ്ടോ നിങ്ങള്? ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല രണ്ട് ആർട്ടറീസും വെയിൻസും തമ്മിൽ എന്ത് ചെയ്യുന്നു? ഒരു കണക്ട് ചെയ്തിട്ട് അവരൊരു കണക്ഷൻ ഉണ്ടാക്കുന്നു. രണ്ടും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നു. ഈ ഒരു കണക്ഷൻ, ആ ഒരു ഏരിയയാണ് നമ്മുടെ വാസ്കുലർ അസസ് സൈറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ആ ഒരു വാസ്കുലർ അസസ് സൈറ്റിലായിരിക്കും എന്ത് പെർഫോം ചെയ്യുന്നത്? ഡയാലിസിസ് ഓപ്പണിംഗ് ഉണ്ടാക്കുന്നതും ആ ഒരു ഡയാലിസിസ് പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതും. ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ എന്താ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്ന് പറയുന്നത് അല്ലെങ്കിൽ എബി ഫിസ്റ്റുല എന്ന് പറയുന്നത് പ്രധാനമായിട്ടും കൈകളിലാണ് ചെയ്യുന്നത്. ഇനി കയ്യിൽ ആർട്ടറീസ്, ലാർജ് ആയിട്ടുള്ള ആർട്ടറീസ് ഇല്ല അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ളവ ഇല്ല എന്നുണ്ടെങ്കിലാണ് അത് ലെഗിലോട്ട് മാറ്റുള്ളൂ. ഇനി ഇവിടെ എന്താണ്? ഒരു സർജിക്കൽ കണക്ഷൻ ആണ് നടത്തുന്നത് അല്ലെ. ആർട്ടറീസും വെയിൻസും തമ്മിൽ ഒരു സർജിക്കൽ കണക്ഷൻ നടത്തുന്നു. അതോടൊപ്പം എന്താണ് ഇവിടെ എന്താണ് ഇങ്ങനെയുള്ള ഇത് ഫോം ചെയ്യുന്നത് എന്ത് വഴിയാണ്? ഇവിടെ എക്സ്ട്രാ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോറിൻ ആയിട്ടുള്ള എന്തെങ്കിലും പാർട്ടികൾ കൊണ്ടുവന്ന് വച്ചിട്ടാണ് അവിടെ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നത്? ഇല്ല. ആ ബ്ലഡ് വെസൽസ് തമ്മിൽ ഫോം ചെയ്യല്ലേ. ബ്ലഡ് വെസൽസിൽ ഒരു സർജിക്കൽ ട്രീറ്റ്മെന്റുകൾ ചെയ്താണ് നമ്മളൊരു സൈറ്റ് ഉണ്ടാക്കുന്നത്. അതാണ് പറഞ്ഞത് എന്താണ്? ഇറ്റ്സ് മോസ്റ്റ് നാച്ചുറൽ അസസ് സൈറ്റ് ആണ് അല്ലെ. നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരു അസസ് സൈറ്റ് ആണ് ഫോംഡ് ഫ്രം ബ്ലഡ് വെസൽസ് അല്ലെ. ബ്ലഡ് വെസൽസിൽ നിന്ന് ഫോം ചെയ്തെടുത്തിരിക്കുന്ന ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു അസസ് സൈറ്റ് ആണ് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല. അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറാണ് കേട്ടോ. മോസ്റ്റ് നാച്ചുറൽ ആയിട്ടുള്ള അസസ് സൈറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല അല്ലെങ്കിൽ എബി ഫിസ്റ്റുലയാണ്. ഇറ്റ് ഹാസ് ദ റേറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിംഗ്. അതുകൊണ്ട് തന്നെ നാച്ചുറൽ ആയിട്ടുള്ളവയാണ്. പുറത്തുനിന്നുള്ള ആർട്ടിഫിഷ്യൽ ആയിട്ട് ഒന്നും നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, ഘടിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ എന്താ ഇൻഫെക്ഷൻസും ക്ലോട്ടിങ്ങും ഒക്കെ ഉണ്ടാകുന്നത് വളരെ റെയർ ആയിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇൻഫെക്ഷൻസോ ഒന്നും കൂടുതൽ ചാൻസുകൾ വരാത്ത ഒരു കേസാണ്. ഓക്കെ, ഒന്നുകൂടി പറയാം കേട്ടോ. അപ്പൊ എന്താണ്? ഇറ്റ് ഹാസ് എ റേറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിങ് അല്ലെ. അപ്പൊ ഈ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫിസ്റ്റുല എന്ന് പറയുന്നത് അവിടെ ഇല്ല. എന്താ? ബ്ലഡ് വെസൽസ് കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അതൊരു നാച്ചുറൽ ആണ്. അപ്പൊ അതുകൊണ്ട് എന്താ? ഇൻഫെക്ഷൻസ് ആയാലും ക്ലോട്ടിങ് ആയാലും വരാനുള്ള ഒരു ചാൻസ് എന്ന് പറയുന്നത് വളരെ റെയർ ആയിരിക്കും. അപ്പൊ ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല അല്ലെങ്കിൽ എബി ഫിസ്റ്റുല എന്താണ്? അവിടെ ഒരു സർജിക്കൽ കണക്ഷൻ ആണ്. ആർട്ടറീസും വെയിൻസും തമ്മിൽ ഒരു സർജിക്കൽ കണക്ഷൻ ഉണ്ടാകുന്നു. എന്നാൽ അവിടെ എന്താണ്? ഒരു എക്സ്ട്രാ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടാണോ കണക്ഷൻ ഉണ്ടാകുന്നത്? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ അതൊരു നാച്ചുറൽ അസസ് സൈറ്റ് ആണ് അല്ലെ. ബ്ലഡ് വെസൽസ് കൊണ്ട് മാത്രമാണ് അവിടെ ഒരു ഫിസ്റ്റുല എന്ന് പറയുന്ന ആ ഒരു റീജിയൻ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പൊ അതൊരു നാച്ചുറൽ അസസ് സൈറ്റ് ആയതുകൊണ്ട് തന്നെ ക്ലോട്ടിങ്ങുകളോ ഇൻഫെക്ഷനോ ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെ വളരെ റെയർ ആയിരിക്കും. ക്ലിയർ ആ? അത്ര ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ളത് കൂടി ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്താം? ആർട്ടീരിയോ വീനസ് അല്ലെങ്കിൽ എബി ഫിസ്റ്റുലയാണ്. ക്ലിയർ ആയോ? ദെൻ സെക്കൻഡ് ആണ് എബി ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ്. ഫിസ്റ്റുല എന്താണെന്ന് ക്ലിയർ ആയില്ലേ? ഇനി അടുത്തതാണ് എബി ഗ്രാഫ്റ്റ്. രണ്ടും തമ്മിൽ കുറച്ച് ഓക്കെ, അതൊന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. രണ്ടാമത് ക്ലിയർ ചെയ്യാം. നിങ്ങൾ ശ്രദ്ധിക്കുക. എബി ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? എബി ഗ്രാഫ്റ്റ് അത് രണ്ടാമത്തതായിട്ട് പറയുന്ന ഒരു വാസ്കുലർ അസസ് സൈറ്റ് ആണ്. is a kind of process used for hemodialysis. ഹീമോഡയാലിസിന് വേണ്ടി ഉപയോഗിക്കുന്ന മറ്റൊരു തരത്തിലുള്ള ഒരു വാസ്കുലർ അസസ് സൈറ്റ് ആണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. The graft is normally placed in the arm but may be placed in the leg if needed. അല്ലെ, നമ്മൾ മറ്റ് AV ഫിസ്റ്റുല പറഞ്ഞ പോലെ തന്നെ എന്താണ് നോർമലി ഈ ഒരു ഗ്രാഫ്റ്റ് എവിടെയാണ് AV ഗ്രാഫ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത്? കൈകളിലാണ് അല്ലെങ്കിൽ ആംസിലാണ്. എന്നാൽ എന്താണ് ആംസിൽ പറ്റാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെ തന്നെ ചെയ്യാം? ലെഗിൽ ചെയ്യാം. An AV graft is the connection of a vein and an artery that uses a hollow synthetic tube. The actual graft എന്ന് പറയുന്നത് AV ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ the connection of a vein and artery. ഇവിടെയും വെയിനും ആർട്ടറീസും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. That uses എന്തുപയോഗിച്ചിട്ടാണ് ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നത് നോക്കി? That uses a hollow, ഒരു ഓപ്പൺ ആയിട്ടുള്ള സിന്തറ്റിക് ട്യൂബ് അല്ലെ, നിർമ്മിച്ചിട്ടുള്ള ഒരു സിന്തറ്റിക് ആയിട്ടുള്ള ഒരു ട്യൂബ് ഉപയോഗിച്ചിട്ട് ആർട്ടറീസും വെയിൻസും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നു. ആ ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബിനെ വിളിക്കുന്ന പേരാണ് ഗ്രാഫ്റ്റ് എന്നുള്ളത്. ആക്ച്വൽ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ ഹോളോ സിന്തറ്റിക് ട്യൂബ് ആണ്.
ക്ലിയർ ആയോ? അപ്പൊ AV ഗ്രാഫ്റ്റിൽ ഇവിടെയും ആർട്ടറീസും വെയിൻസും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. എന്തുപയോഗിച്ചിട്ടാണ് അവിടെ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നത്? ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ് അവിടെ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നത്. The one end of the tube is attached to an artery. അതിന്റെ ഒരു എൻഡ് എന്തുമായി അറ്റാച്ച് ചെയ്തിരിക്കുന്നു? ആർട്ടറിയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. മറ്റെൻഡ് the other end of the tube is attached to a vein. അല്ലെ, വെയിനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. This connection result in the blood flowing from the high pressure artery through the graft and into the low pressure vein. അപ്പൊ ഇവിടെ എന്താണ്? പിക്ചേഴ്സ് ഒന്ന് നോക്കി, നിങ്ങൾ ആ പിക്ചർ കണ്ടോ? റെഡ് കളറിൽ വന്നിരിക്കുന്നത് ആർട്ടറീസ് ആണ്, ബ്ലൂ കളറിൽ വന്നിരിക്കുന്നത് വെയിൻസ് ആണ്. അപ്പോ ആ റെഡ് കളറിൽ വന്ന ആർട്ടറിയും ആ ബ്ലൂ കളറിൽ കാണുന്ന വെയിൻസും തമ്മിൽ അവിടെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നു. എന്തുപയോഗിച്ചിട്ടാണ് കണക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത്? ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ഉപയോഗിച്ചിട്ട് അവിടെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് കണ്ടോ? ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഗ്രാഫ്റ്റ് വഴി എന്താണ്? ഒരു എൻഡ് അതിന്റെ എന്തുമായി ഘടിപ്പിച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും? ആർട്ടറിയുമായി കണക്ട് ചെയ്തിട്ടുണ്ടാവും. മറ്റൊരു എൻഡ് എന്തുമായി കണക്ട് ചെയ്തിട്ടുണ്ടാവും? അതിന്റെ വെയിൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ ആർട്ടറിയിൽ നിന്ന് വരുന്ന ബ്ലഡ് എങ്ങനെയുള്ളതായിരിക്കും? ഹൈ ഫ്ലോ ആയിട്ടുള്ള ഹൈ പ്രഷർ ഉള്ള ബ്ലഡ് ആയിരിക്കും ആർട്ടറീസിലൂടെ വരുന്നത്. അത് എന്തിലൂടെ കടന്നു പോകുന്നു? ഈ ഒരു ഗ്രാഫ്റ്റിലൂടെ കടന്നു പോകും അല്ലെ? അതൊരു കണക്ഷൻ ഉണ്ടാക്കിയിട്ടില്ലേ നമ്മൾ അവിടെ? അപ്പൊ ആ ഒരു ഗ്രാഫ്റ്റിലൂടെ കടന്നു പോകുന്നു. ഈ ഹൈ ഫ്ലോ ഹൈ പ്രഷറിൽ വരുന്ന ആർട്ടറിയിൽ നിന്നുള്ള ബ്ലഡ് ഈ ഗ്രാഫ്റ്റിലൂടെ കടന്ന് ലോ പ്രഷർ ഉള്ള വെയിനിലേക്ക് എത്തുന്നു. ക്ലിയർ ആയോ? അപ്പൊ ആ ഒരു ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ക്ലിയർ ചെയ്യാൻ പറ്റും? ആ ഒരു ഫ്ലോ റേറ്റ് എടുക്കാൻ പറ്റും അല്ലെ? ഹൈ ഫ്ലോ ആയിട്ടുള്ള ഹൈ പ്രഷർ ഉള്ളവരിൽ നിന്നും ആ ബ്ലഡ് എന്ത് ചെയ്യുന്നു? ലോ പ്രഷർ ഉള്ള ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഫ്ലോ റേറ്റ് കിട്ടുന്നത് വഴി നമുക്ക് ആ ഒരു ഗ്രാഫ്റ്റില് ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഈ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇനഫ് ബ്ലഡ് എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് ഹൈ പ്രഷറിൽ വരുന്ന ബ്ലഡും ഇതായതുകൊണ്ട് എന്ത് ചെയ്യാം? നമുക്ക് ആ ഒരു ഭാഗത്ത് നിന്ന് ആവശ്യമായിട്ട് വരുന്ന എത്രത്തോളം ബ്ലഡ് ഉണ്ടോ അത് നമുക്ക് കളക്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ട്രീറ്റ്മെന്റ് പ്രൊസീജിയേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. AV ഗ്രാഫ്റ്റ് പ്രൊവൈഡ്സ് എ സൊല്യൂഷൻ ഫോർ എ സ്മോൾ ഓർ വീക്ക് വെയിൻസ്. അപ്പൊ AV ഗ്രാഫ്റ്റ് എന്തിനുള്ള സൊല്യൂഷൻ ആണ്? സ്മോൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള വെയിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ AV ഗ്രാഫ്റ്റ് എന്ന് കൂടി നോക്കിയേ. ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇതൊരു കൈൻഡ് ഓഫ് അസസ് അല്ലെ, വാസ്കുലാർ അസസ് സൈറ്റ് ആണ്. ഇനി ഇവിടെ എന്താണ്? ഹീമോഡയാലിസിന് ഉപയോഗിക്കുന്ന ഒരു വാസ്കുലാർ അസസ് സൈറ്റ് ആണ്. ഇവിടെ ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് എന്തിനാണ്? നോർമലി എപ്പോഴും ആംസിലാണ് ചെയ്യുന്നത്. എന്നാലോ അവിടെ ആംസില് അവർക്ക് എന്താണ് നമുക്ക് പറ്റാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലെഗ്സിൽ ചെയ്യാം. ഇനി AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് വെയിൻസും ആർട്ടറീസും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നു അല്ലെ? അത് എന്തുപയോഗിച്ചിട്ട് അവിടെ കണക്ഷൻ ഉണ്ടാക്കുന്ന? ഒരു ഹോളോ സിന്തറ്റിക് ട്യൂബ് ഉപയോഗിച്ചിട്ട്, അതായത് ഒരു ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവിടെ ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നത്. അതിന്റെ ഒരു എൻഡ് എന്തുമായി അറ്റാച്ച് ചെയ്തിരിക്കും? ആർട്ടറിയുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. മറ്റൊരു എൻഡ് വെയിനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കും. ഇനി എന്താണ്? ഇസ് അറ്റാച്ച്ഡ് ടു ആൻ ആർട്ടറി അല്ലെ? വൺ എൻഡ് ഓഫ് ദി ട്യൂബ് ഈസ് അറ്റാച്ച്ഡ് ടു എ വെയിൻ. ഈ ഒരു കണക്ഷൻ എന്താണ്? റിസൾട്ടിങ് ബ്ലഡ് ഫ്ലോയിങ് ഫ്രം ഹൈ ഫ്ലോ ഹൈ പ്രഷർ ആർട്ടറി. ഹൈ ഫ്ലോ ഹൈ പ്രഷർ ആർട്ടറിയിൽ നിന്ന് വരുന്ന ബ്ലഡ് ഗ്രാഫ്റ്റിലേക്ക് എത്തുകയും ഗ്രാഫ്റ്റിൽ നിന്ന് അത് എങ്ങോട്ട് പോകും? ലോ ഫ്ലോ ലോ പ്രഷർ ഉള്ള വെയിൻസിലേക്ക് പോകുന്നു. അപ്പൊ ഇറ്റ് വിൽ സപ്ലൈ ഇനഫ് blood to provide a suitable hemodialysis treatment. ഇല്ലേ? ഈ ഒരു ഫ്ലോ റേറ്റ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ നല്ല രീതിയിൽ ആ ഒരു ബ്ലഡ് ഫ്ലോ നടക്കുന്നത് വഴി ഇനഫ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ട് ഹീമോഡയാലിസിസ് ട്രീറ്റ്മെന്റിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇനഫ് ബ്ലഡ് സപ്ലൈ നമുക്ക് ആ ഒരു ഗ്രാഫ്റ്റിന്റെ ഓപ്പണിംഗ് വഴി നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അത് AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്നത് എന്തിനൊക്കെ സൊല്യൂഷൻ ആണ്? സ്മോൾ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വീക്ക് ആയിട്ടുള്ള വെയിൻസ് ഒക്കെയാണ് ആംസിലോ ലെഗ്സിലോ ഉള്ളത് എങ്കിൽ നമുക്ക് അതിന് പകരം നമുക്ക് എന്തെടുക്കാം? AV ഗ്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രാഫ്റ്റ് വെച്ചിട്ട് നമുക്ക് അത് കണക്ട് ചെയ്ത് ആ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ AV ഫിസ്റ്റുല പറഞ്ഞു, AV ഗ്രാഫ്റ്റ് പറഞ്ഞു. നെക്സ്റ്റ് ആണ് വാസ്കുലാർ അസസ് കത്തീറ്റർ എന്ന് പറയുന്നത്. വാസ്കുലാർ അസസ് കത്തീറ്റർ, നമ്മൾ കത്തീറ്ററൈസേഷൻ ഒക്കെ നമ്മൾ ഓൾറെഡി ഒരു ക്ലാസ്സിൽ പറഞ്ഞതല്ലേ കത്തീറ്ററൈസേഷൻ എന്താണെന്നൊക്കെ. അപ്പൊ വാസ്കുലാർ അസസ് കത്തീറ്റർ ഇറ്റ് ഈസ് ഫ്ലെക്സിബിൾ ട്യൂബ് ദാറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ എ ലാർജ് വെയിൻ. തേർഡ് വൺ ആണ് വാസ്കുലാർ അസസ് കത്തീറ്റർ. ഇവിടെ എന്താ? ഒരു ഫ്ലെക്സിബിൾ ട്യൂബ് യൂസ് ചെയ്തുകൊണ്ട്. എവിടെയാണ് ആ ഒരു ഫ്ലെക്സിബിൾ ട്യൂബ് അല്ലെങ്കിൽ ആ കത്തീറ്റർ വെക്കുന്നത്? പ്ലേസ്ഡ് ഇൻ എ ലാർജ് വെയിൻ, വലിയ വെയിൻസില്, യൂഷ്വലി ഇൻ യുവർ
നെക്ക് നമ്മുടെ കഴുത്തിലാണ് ഈ ഒരു വാസ്കുലാർ അസസ് കത്തീറ്റേഴ്സ് വയ്ക്കുന്നത്. ലാർജ് വെയിൻസ് ആയിട്ടുള്ള വെയിൻസ് നമ്മുടെ നെക്ക് ഭാഗത്താണുള്ളത്. അപ്പൊ ലാർജ് വെയിൻസിലാണ് ഫ്ലെക്സിബിൾ ട്യൂബ് ആയിട്ടുള്ള ഈ വാസ്കുലാർ അസസ് കത്തീറ്റേഴ്സ് വയ്ക്കുന്നത്. ഓൺലി ഫോർ ഷോർട്ട് ടേം ഹീമോഡയാലിസിസ്. എന്തിനു വേണ്ടി മാത്രമാണ് ചെയ്യാൻ പറ്റുള്ളൂ? ഷോർട്ട് ടേം ആയിട്ടുള്ള ഹീമോഡയാലിസിസ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കണം ഈ ഒരു വാസ്കുലാർ അസസ് കത്തീറ്റേഴ്സ് പ്ലേസ് ചെയ്യേണ്ടി വരുന്നത്. If your kidney disease has progressively rapidly, a patient may not have time for placement for an AV fistula or AV graft before beginning hemodialysis treatment. അല്ലെ, ഇപ്പൊ പെട്ടെന്ന് ഒരു പേഷ്യന്റ് കിഡ്നി പ്രോബ്ലംസ് ഉള്ളവരായിരിക്കാം, പെട്ടെന്ന് അവർക്ക് ഒരു ഹീമോഡയാലിസിസ് അല്ലെങ്കിൽ ഡയാലിസിസ് ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷൻ ഉടനടി വന്നു കഴിഞ്ഞാൽ, എമർജൻസി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ AV ഫിസ്റ്റുലയോ അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റോ ഒന്നും ചെയ്യാനുള്ള ഒരു ടൈം അവിടെ കിട്ടിയെന്ന് വരില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസിൽ ഹീമോഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവിടെ അല്ലെങ്കിൽ ബിഗിൻ ചെയ്യണമെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? ഒരു വാസ്കുലർ അസസ് സൈറ്റ് ഉണ്ടായിരിക്കണം, അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് നമുക്ക് ആ ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് ഈ വാസ്കുലർ അസസ് കത്തീറ്റേഴ്സ് എന്ന് പറയുന്ന ആ ഒരു അസസ് സൈറ്റിലൂടെ സാധിക്കുന്നു. നെഫ്രോളജിസ്റ്റ്, അല്ലെ? ആരാണ് ഒരു നെഫ്രോളജിസ്റ്റ് എന്ന് പറയുന്നത്? എ ഡോക്ടർ who is specialized in kidney problems, അല്ലെ? കിഡ്നി പ്രോബ്ലംസിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് ഒരു നെഫ്രോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഓർ ആൻ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ്. ഇന്റർവെൻഷണൽ റേഡിയോളജി വേറെ എവിടെയെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? ഇന്റർവെൻഷണൽ റേഡിയോളജി ഏത് ചാപ്റ്ററുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഏത് ചാപ്റ്ററുമായി ബന്ധപ്പെട്ടാണ്? റേഡിയോളജി ആൻഡ് ഇമേജിംഗ് സർവീസ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടില്ലേ? എന്തായിരുന്നു ഇന്റർവെൻഷണൽ റേഡിയോളജി ഏരിയ എന്ന് പറയുന്നത്? എന്തായിരുന്നു? ഒന്ന് ഓർത്ത് നോക്കി. എന്തായിരുന്നു ഇന്റർവെൻഷണൽ റേഡിയോളജി? ആ ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് എന്താ നമ്മൾ പഠിച്ചത്? റേഡിയോളജിയുമായി ബന്ധപ്പെട്ടതാണ്, ശരിയാണ്. പക്ഷെ അവിടെ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ്, അല്ലെങ്കിൽ എന്താണ് അവിടുത്തെ പ്രധാനമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ചെയ്യുന്നത് ആ ഒരു ഏരിയയില്? മറന്നുപോയോ? ആർക്കും അറിയില്ല? ഇന്റർവെൻഷണൽ റേഡിയോളജി ഏരിയയില് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഇന്റർവെൻഷണൽ റേഡിയോളജി ആ ഒരു ഏരിയ എന്തൊക്കെ കൈകാര്യം ചെയ്യുന്നു? യെസ്, നോൺ സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ആൻജിയോപ്ലാസ്റ്റി നമ്മൾ പഠിച്ചു, ആൻജിയോഗ്രാം പഠിച്ചു, അല്ലെ? അതായത് ഇമേജുകൾ എടുക്കുന്നു. അതോടൊപ്പം തന്നെ എന്തൊക്കെ പഠിച്ചിരുന്നു? വേറെ 2 പ്രൊസീജിയർ കൂടി പഠിച്ചില്ലേ? ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം, എന്താ ട്രീറ്റ്മെന്റുകൾ. യെസ്, വെരി ഗുഡ്. ബയോപ്സി, എന്താ ഡയഗ്നോസ് ചെയ്യുന്നു, ട്രീറ്റ്മെന്റുകൾ കൊടുക്കുന്നു. കാർഡിയാക്, അതിന് ബാക്കി എന്താണ്? കാർഡിയാക് കത്തീറ്ററൈസേഷൻ, അല്ലെ? യെസ്, വെരി ഗുഡ്. കാർഡിയാക് കത്തീറ്ററൈസേഷൻ. ഇതെല്ലാം നമ്മൾ ആ ഒരു ഇന്റർവെൻഷണൽ റേഡിയോളജി ഏരിയയുമായി ബന്ധപ്പെട്ട് പഠിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറയുമ്പോൾ ആരാണ് അവിടെ? ഇതുമായി സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ്, അല്ലെ? ഇപ്പൊ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റുകൾ എന്ന് പറയുന്നത് ഈ ഡോക്ടർ ഹു യൂട്ടിലൈസ് മെഡിക്കൽ ഇമേജിംഗ് ടൂൾസ് ടു എക്സിക്യൂട്ട് operations and performs a venous catheter placement procedure in a hospital or an outpatient center. അപ്പൊ നെഫ്രോളജിസ്റ്റ് എന്ന് പറയുന്നത് ആരാണ്? ഇവിടെ പ്രധാനമായിട്ടും 2 ഡോക്ടേഴ്സിന് ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഒന്നാമത്തെ ഒരു വ്യക്തി എന്ന് പറയുന്നത് നെഫ്രോളജിസ്റ്റ്. നമുക്ക് ഓട്ടോമാറ്റിക്കലി അറിയാം, അല്ലെ? കിഡ്നി പ്രോബ്ലംസ് ആയിട്ടാണ് നമ്മൾ ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കിഡ്നി പ്രോബ്ലംസിനെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒരു ഡോക്ടർ വേണം. ആ ഒരു ഡോക്ടറാണ് നെഫ്രോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. മറ്റൊരാളാണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റ് എന്ന് പറയുന്നത്. അവരും എന്ത് തന്നെയാണ്? ഡോക്ടേഴ്സ് തന്നെയാണ്. പക്ഷെ അവരുടെ ആ ഒരു സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന മേഖല എന്ന് പറയുന്നത് എന്താണ്? മെഡിക്കൽ ഇമേജിംഗ് ടൂൾസ്, അല്ലെ? നമ്മൾ ഓൾറെഡി റേഡിയോളജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ് മെഡിക്കൽ ഇമേജിംഗ് ടൂൾസ്. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഘടനയും ചിത്രം എടുത്തുകൊണ്ട്, അല്ലെ, ഇമേജുകൾ എടുത്തുകൊണ്ട് അവിടെ ഇമേജിംഗ് ടെക്നോളജി, ആ ഒരു ടെക്നോളജീസ് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഓപ്പറേഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നു, പെർഫോം ചെയ്യുന്നു. എന്താണ്? വീനസ് കത്തീറ്റർ പ്ലേസ്മെന്റ്, അല്ലെ? നമ്മൾ ഓൾറെഡി പഠിച്ചു. കാത്തീറ്റർ എന്താണ്? കാർഡിയാക് കത്തീറ്ററൈസേഷൻ, ആൻജിയോപ്ലാസ്റ്റി, ആൻജിയോഗ്രാം ഒക്കെ ഇന്റർവെൻഷണൽ റേഡിയോളജി ഏരിയയിൽ ചെയ്യുന്നുണ്ട്, അല്ലെ? ഒരു മിനിമൽ ഇൻവേസീവ് ആയിട്ടുള്ള ഒരു ഇന്റർവെൻഷണൽ ടെക്നിക്സ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്, അല്ലെ? വളരെ ചെറിയ രീതിയിലുള്ള മുറിവുകളോ ദ്വാരങ്ങളോ ഒക്കെ ഉണ്ടാക്കിയാണ് ഈ ഒരു പ്രൊസീജിയേഴ്സ് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന എന്താണ്? കാർഡിയാക് കത്തീറ്ററൈസേഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ്.
അപ്പൊ ഒരു കത്തീറ്റർ ട്രീറ്റ്മെന്റുകൾ നടത്തണം എന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് പഠിച്ച കാര്യമാണ്. അപ്പൊ ഇവിടെ ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റുകൾ എന്ന് പറയുന്ന ആളുകളും എന്ത് ചെയ്യുന്ന അവിടെ കത്തീറ്റർ പ്ലേസ്മെന്റുകൾ അല്ലെ, ഈ ഒരു കത്തീറ്റർ പ്ലേസ്മെന്റുകൾ നടത്താനായിട്ട് ഒന്നില്ലെങ്കിൽ അത് ഹോസ്പിറ്റലിൽ നടത്താം ആ ഒരു പ്രൊസീജിയർ, അല്ലാന്നുണ്ടെങ്കിലോ അവരുടെ ഔട്ട് പേഷ്യന്റ് സെന്റേഴ്സിലും നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാം. അതിന് എന്താണ് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നല്ല രീതിയിൽ ആ ഓപ്പറേഷൻസും അതിന്റെ പെർഫോമൻസ് ഒക്കെ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുന്ന ആ ഒരു വ്യക്തി ആരാണ്? മെഡിക്കൽ ഇമേജിംഗ് ടൂൾസ് ഉപയോഗിച്ചിട്ട് ആ ഒരു പ്രൊസീജിയർ ചെയ്യുന്ന ഡോക്ടേഴ്സ് ആണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. രണ്ട് ഡോക്ടേഴ്സിന്റെയും ഡിഫറൻസ് മനസ്സിലായോ? നമ്മൾ ഓൾറെഡി എന്തായാലും ആ ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറയുന്ന ആ ഒരു ഏരിയ പഠിച്ചതാണ്. ആ പ്രൊസീജിയേഴ്സ് ചെയ്യുന്നവരാണ് ഡോക്ടേഴ്സ് അല്ലെ. ഞാൻ ഇപ്പൊ ഇവിടെ എന്താണ് അത് പറയാൻ കാരണം, വാസ്കുലർ അസിസ്റ്റ് കത്തീറ്റർ അല്ലെ, അവിടെ കത്തീറ്ററുകളാണ് ഉപയോഗിക്കുന്നത്. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്യൂബ് പോലെയുള്ള കത്തീറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അത് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഘടിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ അത് പ്ലേസ് ചെയ്യാനായിട്ട് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റുകൾ പോലെയുള്ള ഡോക്ടേഴ്സ് അവിടെ ഉണ്ടായിരിക്കും. Then venous catheters are not perfect for long-term use. അല്ലെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു വാസ്കുലർ അസസ് കത്തീറ്റർ അല്ലെങ്കിൽ വീനസ് അസസ് കത്തീറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അത് ലോങ് ടേം യൂസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഡയാലിസിസിന് ചെയ്യാൻ മാത്രമേ നമുക്ക് ആ ഒരു procedures follow ചെയ്യാൻ പറ്റുള്ളൂ. With a venous catheter, a patient may generate a blood clot or an infection or causing the vein to narrow. ഇനി ഇതൊരു ഷോർട്ട് ടേം ആയിട്ട് മറ്റേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ ലോങ് ടേം ആണെങ്കിൽ അതിന് കുറച്ച് പ്രോബ്ലംസ് അതുമായി ബന്ധപ്പെട്ട് ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഉണ്ടാവുന്നുണ്ട്. ഒന്നാമത് കാര്യം എന്ന് പറയുന്നത് ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. രണ്ടാമത് ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിലോ അവരുടെ ആ ലാർജ് വെയിൻസിലല്ലേ നമ്മൾ ഈ ഒരു കത്തീറ്ററൈസേഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ കത്തീറ്റർ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ ആ ലാർജ് വെയിൻസ് ചുരുങ്ങി പോവാൻ അല്ലെങ്കിൽ നാരോ ആയിട്ട് പോവാനായിട്ടുള്ള ചാൻസുകളും ഉണ്ട്. However, if a patient wants to start hemodialysis right away, a venous catheter will work for several weeks or months till a surgeon can do a long-term access surgery and the AV fistula or AV graft has time to mature. അല്ലെ, അപ്പൊ എപ്പോഴും നമ്മൾ പറഞ്ഞു ഒരു ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പേഷ്യൻസിന് ഉടനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു കത്തീറ്ററൈസേഷൻ അല്ലെങ്കിൽ കത്തീറ്റർ പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം. എത്ര നാൾ വരെ സ്റ്റാർട്ട് ചെയ്ത് വെക്കാം? AV ഗ്രാഫ്റ്റോ അല്ലെങ്കിൽ AV ഫിസ്റ്റുലയോ ഒരു സർജറീസിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ നമ്മൾ പഠിച്ചില്ലേ. AV ഫിസ്റ്റുലയോ അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റോ സർജറീസ് ചെയ്തതിനു ശേഷം അതൊന്ന് ഹീൽ ചെയ്ത് വരാൻ അല്ലെങ്കിൽ ആ ഒരു മുറിവുകൾ ഉണങ്ങി എന്താണ് ഡയാലിസിസിന് വേണ്ടി റെഡി ആവുന്ന ആ ഒരു സമയം വരെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഈ കത്തീറ്റർ ഉപയോഗിച്ചുള്ള ആ ഒരു വാസ്കുലർ അസസ് സൈറ്റുകൾ ഹീമോഡയാലിസിസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ച് വീക്സോ മന്ത്സോ മാത്രമായിരിക്കണം ഇത് യൂസ് ചെയ്യേണ്ടത്. Both the AV fistula and AV grafts are outlined for long-term dialysis treatments. AV fistulaയും AV ഗ്രാഫ്റ്റുകളും എന്തിനു വേണ്ടിയിട്ടാണ്? ലോങ് ടേം ഡയാലിസിസിന് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഷോർട്ട് ടേം ആണെങ്കിൽ ഏതാണ് ഷോർട്ട് ടേം ആണെങ്കിൽ വാസ്കുലർ അസസ് കത്തീറ്റേഴ്സ് ആണ് ഷോർട്ട് ടേം ഹീമോഡയാലിസിസിന് വേണ്ടിയിട്ട്. ലോങ് ടേം ഹീമോഡയാലിസിസിന് എന്തൊക്കെ മാത്രമേ പറ്റുള്ളൂ? AV ഫിസ്റ്റുലയും AV graft മാത്രമേ പറ്റുള്ളൂ. People who get AV fistulas are healed and ready to begin hemodialysis. Okay, people who get AV fistulas are healed and ready to begin hemodialysis 2 to 3 months after their surgery. എന്താണ് pupils AV fistula അല്ലെങ്കിൽ AV fistula ചെയ്തിരിക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് ആ ഒരു ഹീമോഡയാലിസിസ് ചെയ്യാനായിട്ട് റെഡി ആവണമെങ്കിൽ ഒരു 2 to 3 months ആ സർജറി കഴിഞ്ഞതിന് ശേഷം ഒരു 2 or 3 മാസമോ എടുക്കും. അതൊന്ന് ഹീൽ ചെയ്ത് ആ ഒരു AV fistula ചെയ്തതിന്റെ ആ ഒരു മുറിവുകൾ ഒന്ന് ഹീൽ ചെയ്യാനായിട്ട് ഒരു 2 or 3 മാസം എടുക്കും. ആ ഒരു സമയം കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു AV fistula ചെയ്ത ആ ഒരു അസസ് സൈറ്റ് ഹീമോഡയാലിസിസ് ചെയ്യാനായിട്ട് റെഡി ആവുള്ളൂ. എന്നാൽ പീപ്പിൾ ഹു റിസീവ് AV ഗ്രാഫ്റ്റുകൾ, AV ഫിസ്റ്റുലയുടെ കാര്യമാണ് 2 to 3 months നമ്മൾ പറഞ്ഞത്. AV ഗ്രാഫ്റ്റ് ആണ് ആ പേഷ്യൻസിന് ചെയ്യുന്നതെങ്കിൽ റെഡി ഇൻ 2 to 3 weeks, 2 or 3 ആഴ്ചകൾ വീക്സിനുള്ളിൽ തന്നെ അവരെന്ത് ചെയ്യുന്നു? AV ഗ്രാഫ്റ്റ് ചെയ്തവരാണെങ്കിൽ അവര് ഹീൽ ചെയ്തിട്ട് അവരെന്താണ് ഡയാലിസിസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പൊ അത്രയും കുറച്ച് സമയം ഈ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഈ ഒരു സർജറി ചെയ്താൽ ആ AV ഗ്രാഫ്റ്റ് ആയാലും AV ഫിസ്റ്റുല ആയാലും കൊടുക്കേണ്ടതുണ്ട്. അതിന്
അതിനുള്ളിൽ എന്തെങ്കിലും പെട്ടെന്ന് ഒരു ഹീമോഡയാലിസിസ് ചെയ്യേണ്ടി വന്നാല് എന്താണ് ഉപയോഗിക്കുന്നത്? അവിടെ കത്തീറ്ററുകളാണ് ഉപയോഗിക്കുന്നത്. കത്തീറ്റേഴ്സ് ആർ ഔട്ട്ലൈൻ ഫോർ ഷോർട്ട് ടേം ടെമ്പററി യൂസ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. പിന്നെ എ ബി ഗ്രാഫ്റ്റും എ ബി ഫിസ്റ്റുല ഏതാണോ അവർ ചെയ്തിരിക്കുന്നത് അത് മെച്ചുവറായി ഇതാ ഹീൽ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ഷോർട്ട് ടേം ആയിട്ടുള്ള കത്തീറ്ററുകൾ മാറ്റിയിട്ട് എ ബി ഫിസ്റ്റുലയിലേക്കോ അല്ലെങ്കിൽ എ ബി ഗ്രാഫ്റ്റിലേക്കോ ആ ഒരു ഡയാലിസിസ് ട്രാൻസ്ഫർ ചെയ്യും. ഒന്നുകൂടി പറയാം, എന്താണ് വീനസ് കത്തീറ്റേഴ്സ് അല്ലെ? വീനസ് കത്തീറ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ലോങ് ടേം യൂസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതൊരു ഷോർട്ട് ടേം യൂസിന് വേണ്ടി ഹീമോഡയാലിസിസ് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി എന്താണ് പറയുന്നത്? അത് അങ്ങനെ ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്താൽ ബ്ലഡ് ക്ലോട്ടുകൾ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്, ഇൻഫെക്ഷൻസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിലോ വെയിൻസ് നാരവായി വെയിൻസ് ചുരുങ്ങി പോവാനായിട്ടുള്ള ചാൻസുകളും ഉണ്ട്. നെക്സ്റ്റ് പറയുന്നത് എന്താ? ഇപ്പൊ പേഷ്യൻസ് ഒരു ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അവർക്ക് ഒരു ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവരുടെ മുമ്പിലുള്ള ഒറ്റ മാർഗം എന്ന് പറയുന്നത് എന്താണ്? വീനസ് കത്തീറ്റർ ആണ് അല്ലെ? കത്തീറ്ററിന്റെ സഹായത്തോടു കൂടി ഹീമോഡയാലിസിസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. കാരണം എന്താ? കുറച്ച് വീക്സോ അല്ലെങ്കിൽ കുറച്ച് മന്ത്സോ നമുക്ക് ഈ ഒരു കത്തീറ്ററിന്റെ സഹായത്തോടു കൂടി ആ ഒരു പ്രൊസീജിയർ ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? ഒരു എ ബി ഫിസ്റ്റുലയോ അല്ലെങ്കിൽ എ ബി ഗ്രാഫ്റ്റോ ഒക്കെ അതൊരു മൈനർ സർജറീസിലൂടെ മാത്രമേ ആ ഒരു പ്രൊസീജിയർ ചെയ്ത് നമുക്കത് റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എ ബി ഫിസ്റ്റുലയോ എ ബി ഗ്രാഫ്റ്റോ ഒക്കെ റെഡിയാക്കി അതൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ അത് അത്ര കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു പ്രൊസീജിയർ ആണ്. അപ്പൊ എ ബി ഫിസ്റ്റുലയോ എ ബി ഗ്രാഫ്റ്റോ ഒക്കെ എന്ത് ചെയ്യുന്നു? അത് ആ ഒരു ഡയാലിസിസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം അല്ലെ? ആ ഒരു മൈനർ സർജറീസ് കഴിഞ്ഞ് അത് ഹീൽ ചെയ്ത് റെഡിയായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. ആ ഒരു സമയത്തേക്ക് മാത്രം അല്ലെ, ആ എപ്പോഴാണോ ആ എ ബി ഗ്രാഫ്റ്റ് അല്ലെങ്കിൽ എ ബി ഫിസ്റ്റുലയാണോ പേഷ്യന്റിന് വെച്ചിരിക്കുന്നത് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഷോർട്ട് ടേം ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് ചിലപ്പോൾ ചില വീക്സ് ആയിരിക്കാം, കുറച്ച് മന്ത്സ് ആയിരിക്കും. അത് എത്രയാണെന്ന് ഓരോ പേഷ്യന്റിന്റെയും കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോ മാസം അല്ലെങ്കിൽ ഒരു മാസം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരാഴ്ചയോ 2-3 ആഴ്ചക്കുള്ളിൽ ചിലപ്പോൾ എ ബി ഗ്രാഫ്റ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾക്കുള്ളിൽ എ ബി ഫിസ്റ്റുലയോ അവരുടെ ബോഡിയിൽ റെഡി ആയിട്ടുണ്ടാവും. അവർക്ക് ആ ഒരു ഡയാലിസിസ് അവർക്ക് ആ ഒരു എ ബി ഫിസ്റ്റുലയോ അല്ലെങ്കിൽ എ ബി ഗ്രാഫ്റ്റോ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു സമയം വരെ പെട്ടെന്ന് ഒരു ഹീമോഡയാലിസിസ് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരികയാണെങ്കിൽ അവിടെ എന്ത് നമുക്ക് ഉപയോഗിക്കാം? കത്തീറ്റേഴ്സ് യൂസ് ചെയ്യാം. ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ 3 എണ്ണമാണ് പറഞ്ഞത് ഹീമോഡയാലിസിസില്. ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല അല്ലെങ്കിൽ എ ബി ഫിസ്റ്റുല എന്ന് പറഞ്ഞു അല്ലെ? അതൊരു നാച്ചുറൽ അസസ് സൈറ്റ് എന്ന് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഈ എ ബി ഫിസ്റ്റുലയാണ്. അതുപോലെ തന്നെ എന്താ? അവിടെ ഒരു സർജിക്കൽ കണക്ഷൻ ഉണ്ടാകുന്നത് ആർട്ടറിയാണ്, വെയിൻസ് വഴി. ഇനി ഇവിടെ നോക്കി, ആർട്ടറീസ് എന്ന് പറയുന്നത് റെഡ് ബ്ലഡ് സെൽസ് അല്ലെ എന്താണ്? പ്യുവർ ആയിട്ടുള്ള ബ്ലഡുകൾ കൊണ്ടുപോകുന്നു. ദെൻ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡിയിലേക്ക് എന്താണ്? ആ ഒരു ബ്ലഡ് ഓരോ ഭാഗത്തും എത്തുന്നു. അതിനുശേഷം ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് എന്ത് ചെയ്യുന്നു? തിരിച്ച് വെയിൻസിലൂടെ നമ്മുടെ എന്താണ്? ഹാർട്ടിലേക്ക് പോകുന്നു അല്ലെ? അപ്പൊ അവിടെ ആ ഒരു ഫിസ്റ്റുല ഉണ്ടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ എന്താണ്? ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡുകൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഫിസ്റ്റുല ഭാഗത്തേക്കാണ് തിരിച്ച് പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് എന്ത് ചെയ്യുന്നു? തിരിച്ച് ഈ ഒരു ഫിസ്റ്റുല ഏരിയയിലേക്ക് കൊടുക്കുകയും അതെന്ത് ചെയ്യുന്നു? ആ വെയിൻസിലൂടെ തന്നെയാണ് തിരിച്ച് മിക്സഡ് ആയിട്ടുള്ള എ ബി ബ്ലഡ് എന്ന് കാണിച്ചിരിക്കുന്നുണ്ടോ? അപ്പൊ മിക്സ് ആയിട്ടുള്ള എ ബി ബ്ലഡ് എന്ത് ചെയ്യും? തിരിച്ച് ഹാർട്ടിലോട്ട് എത്തി അതെന്ത് ചെയ്യുന്നു? റൊട്ടേഷൻസ് നടക്കുന്നു. അപ്പൊ ആ ഒരു ആർട്ടറീസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? തിരിച്ച് ആ ഒരു ബ്ലഡിനെ ഹാർട്ടിലേക്ക് എത്തിക്കാൻ പറ്റില്ല. അപ്പൊ വെയിൻസിലൂടെ തന്നെയാണ് തിരിച്ചത് മിക്സഡ് ആയിട്ടുള്ള ബ്ലഡ് ആയിട്ടുള്ളത് എന്ത് ചെയ്യുന്നു? തിരിച്ച് ഹാർട്ടിലോട്ട് എത്തി അതിനെ എന്ത് ചെയ്യുന്നു? പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡ്, ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് അങ്ങനെ തിരിച്ച് അതിൽ നിന്ന് പിന്നെയും ബോഡിയിലൂടെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഈ ഒരു പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്ത് എന്താണ്? പൂർണ്ണമായിട്ടും ആ ഒരു ബ്ലഡിനെ എന്ത് ചെയ്യുന്നു? ഇംപ്യൂർ ആയിട്ടുള്ളതും പ്യൂർ ആയിട്ടുള്ളതുമായിട്ട് വേർതിരിക്കാനും നമുക്ക് ആ ഹാർട്ട് വഴി സഹായിക്കുന്നു. നെക്സ്റ്റ് എന്താണ് പറയുന്നത്? എ ബി ഗ്രാഫ്റ്റ് പറഞ്ഞു അല്ലെ? എ ബി ഗ്രാഫ്റ്റിലാണെങ്കിലോ ഇവിടെയും ഒരു അസസ് സൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു അസസ് സൈറ്റ് എവിടെയാണ്? ഒരു ഹോളോ ആയിട്ടുള്ള സിന്തറ്റിക് ട്യൂബ് അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ് അവിടെ നടക്കുന്നത്. വെയിൻസും ആർട്ടറീസും തമ്മിൽ കണക്ട് ചെയ്യുന്നു. ഈ ഗ്രാഫ്റ്റിലാണ് ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ ഒരു പ്രൊസീജിയർ ക്യാരി ചെയ്യുന്നത്. വാസ്കുലർ അസസ് കത്തീറ്റേഴ്സ് ആണെങ്കിലോ ഇവിടെ എന്താണ്? ഒരു ഫ്ലെക്സിബിൾ ആയിട്ട് ട്യൂബ് അല്ലെങ്കിൽ കത്തീറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ലാർജ് വെയിൻസ്, നെക്സിലുള്ള ലാർജ് വെയിൻസിലാണ് ഈ ഒരു അസസ് സൈറ്റ് ഉണ്ടാക്കുന്നതും അതൊരു ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് ആണ്. അപ്പൊ ഇത്രയും നമുക്ക് മനസ്സിലായ. നെക്സ്റ്റ് ഇതാണ് ഈ 3 ടൈപ്പാണ് വാസ്കുലർ അസസ് സൈറ്റുകൾ. ഹീമോഡയാലിസിസ് എന്ന് പറയുന്ന ആദ്യത്തെ ടൈപ്പാണ് നമ്മൾ പഠിച്ചത്. ഡയാലിസിസിൽ ഹീമോഡയാലിസിസിൽ വരുന്ന 3 അസസ് സൈറ്റുകളാണ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് ആണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ
PD എന്നറിയപ്പെടുന്നു. പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ PD. പെരിറ്റോണിയൽ ഡയാലിസിസ് അല്ലെങ്കിൽ PD നോക്കിയേ. In peritoneal dialysis, the blood is purified inside your own body instead of using a dialyzer machine. ഇവിടെ പെരിറ്റോണിയൽ ഡയാലിസിസില് നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ വെച്ച് തന്നെ ബ്ലഡിനെ എന്ത് ചെയ്യുന്നു? പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. ഇനി അവിടെ എന്താണ്? ഒരു ഡയാലൈസർ മെഷീൻ ഉപയോഗിക്കാതെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലഡിനുള്ളിൽ വെച്ചിട്ട് തന്നെ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നുണ്ട്. For this kind of dialysis, the lining of your abdomen or belly area, also called the peritoneum, is used as a filter. ഇനി ഇവിടെ ആ ഒരു ഡയാലിസിസ് എന്ന് പറയുന്നത് നമ്മുടെ ഹീമോ ഡയാലിസിസ് പഠിച്ചപ്പോൾ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? അവിടെ ഒരു ഡയാലിസിസ് മെഷീൻ ഉണ്ടായിരുന്നു, ഒരു സ്പെഷ്യൽ ഫിൽറ്റർ ഉണ്ടായിരുന്നു അല്ലെ? ഇനി പെരിറ്റോണിയൽ ഡയാലിസിസ് വരുമ്പോൾ ഇവിടെ കൂടുതലായിട്ടും എങ്ങനെ തന്നെയാണ്? നമ്മുടെ സ്വന്തം ബോഡിയുടെ ഉള്ളിൽ വെച്ചിട്ടാണ് കൂടുതലായിട്ടും ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നത്. അവിടെ എന്താ? ഒരു ഡയാലൈസർ മെഷീന്റെ ഉപയോഗം അധികം വരുന്നില്ല. For this kind of dialysis, ഈ ഒരു കൈൻഡ് ഓഫ് ഡയാലിസിന് ലൈനിങ് ഓഫ് യുവർ അബ്ഡോമൻ, നമ്മുടെ അബ്ഡോമന്റെ അല്ലെങ്കിൽ ഒരു ബെല്ലി ഏരിയ അല്ലെ, നമ്മുടെ അടിവയറ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ ബെല്ലി ഏരിയയുടെ ലൈനിങ്ങിനെ വിളിക്കുന്ന പേരാണ് പെരിറ്റോണിയം. പെരിറ്റോണിയം എന്ന് പറയുന്നത് എന്താണ്? അബ്ഡോമൻ അല്ലെങ്കിൽ ബെല്ലി ഏരിയയുടെ ലൈനിങ് അല്ലെങ്കിൽ അവിടുത്തെ ആ സ്ഥലമാണ് പറയുന്നത്. is used as a filter. ആ പെരിറ്റോണിയമാണ് ഇവിടെ ഫിൽട്ടർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അവിടെ നമ്മളൊരു സ്പെഷ്യൽ ഫിൽറ്റർ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു മെഷീൻ ഇല്ല, പകരം എന്താണ്? അബ്ഡോമന്റെ അല്ലെങ്കിൽ ബെല്ലി ഏരിയയുടെ ലൈനിങ് ആയിട്ടുള്ള പെരിറ്റോണിയമാണ് ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. Before the beginning peritoneal dialysis, a minor surgery is required to place a catheter soft tube in your belly. ഇനി അതുപോലെ തന്നെ ഇവിടെയും എന്ത് ചെയ്യണം? ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ്, ഇപ്പൊ പെരിറ്റോണിയൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എവിടെയാണെങ്കിലും എന്ത് ചെയ്യണം? ഒരു മൈനർ സർജറീസ് നടത്തണം അല്ലെ? ആ ഒരു മൈനർ സർജറീസ് നടത്തിയതിനു ശേഷം എന്ത് ചെയ്യണം? ഒരു കാത്തീറ്റർ, പെരിറ്റോണിയൽ ഡയാലിസിസിൽ ഒരു മൈനർ സർജറി നടത്തിയതിനു ശേഷം ഒരു കാത്തീറ്റർ, അതായത് ഒരു സോഫ്റ്റ് ട്യൂബാണ് അല്ലെ, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു സോഫ്റ്റ് ട്യൂബാണ്. അതെന്ത് ചെയ്യുന്നു? ഇൻ യുവർ ബെല്ലി ഏരിയയില് എന്ത് ചെയ്യുന്നു? പ്ലേസ് ചെയ്യുന്നു. ഇൻ കോഴ്സ് ഓഫ് ഈച്ച് ട്രീറ്റ്മെന്റ് ഇല്ലേ, ഓരോ ഈ ട്രീറ്റ്മെന്റിന്റെയും ആ ഒരു പ്രൊസീജിയർ നടത്തുന്ന ആ ഒരു സമയത്ത് ആ ബെല്ലി ഏരിയയിൽ എന്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ ആ ഒരു പിക്ചർ നോക്കിക്കോട്ടോ. പെരിറ്റോണിയൽ ഡയാലിസിന്റെ ഒരു പിക്ചർ ആണത്. നോക്കി, പെരിറ്റോണിയൽ ഡയാലിസിന്റെ പിക്ചർ നമ്മുടെ ആ ഒരു ബെല്ലി ഏരിയ ആണ് കാണിച്ചിരിക്കുന്നത്, നമ്മുടെ അബ്ഡോമിനൽ ഏരിയ. ആ ഒരു ഏരിയയിൽ എന്താണ്? ഈ ഒരു മെംബ്രെയിൻ, നമ്മുടെ ആ ഒരു ലൈനിങ് ആണ് നമ്മളിവിടെ പെരിറ്റോണിയൽ ലൈനിങ് എന്ന് പറഞ്ഞു കാണുന്നത്. ഇനി അതിനുള്ളിലുള്ള ആ ഒരു ഏരിയ നമുക്ക് പെരിറ്റോണിയൽ ക്യാവിറ്റി എന്ന് പറയാം അല്ലെ? അബ്ഡോമന്റെ അല്ലെങ്കിൽ ബെല്ലി ഏരിയയുടെ ഉള്ളിലുള്ള ആ ഒരു ക്യാവിറ്റിയെ, പെരിറ്റോണിയൽ മെംബ്രെയിന് അല്ലെങ്കിൽ ആ ഒരു ലൈനിങ്ങിന് ഉള്ളിലുള്ള ആ ഒരു സ്പേസിനെ നമുക്ക് പെരിറ്റോണിയൽ ക്യാവിറ്റി എന്ന് പറയാം. ഇനി ഇവിടെ നോക്കി, അവിടെ ഒരു കത്തീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. അവരുടെ ആ ഒരു അബ്ഡോമിനൽ ബെല്ലി ഏരിയയിലുള്ള ഒരു കത്തീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. ഇത്രയും ക്ലിയർ ആയോ? നെക്സ്റ്റ് നോക്കിയേ. In the course of each treatment, the belly area is little by little filled with dialysate. എന്താണ്? A cleansing fluid made from a mixture of water, salt and other additives through the catheter. ഇനി ഈ ഒരു ഡയാലിസിസ് ട്രീറ്റ്മെന്റ് തുടങ്ങുകയാണെന്ന് വെച്ചാൽ, ആ ഒരു പ്രൊസീജിയർ തുടങ്ങുമ്പോൾ ഓൾറെഡി ആ ഒരു ബെല്ലി ഏരിയയിൽ ഒരു എന്താണ്? ഒരു കത്തീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ടാവും. നമ്മൾ പറഞ്ഞു അല്ലെ? കത്തീറ്റർ പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു കത്തീറ്ററിന്റെ സഹായത്തോടു കൂടി അവിടെ എന്താണ്? ഒരു ഡയാലിസേറ്റ് എന്ന് പറയുന്ന ഒരു ഫ്ലൂയിഡ്. ആ ഫ്ലൂയിഡ് എന്തൊക്കെയുള്ള ഒരു മിക്സർ ഓഫ് ഫ്ലൂയിഡ് ആണ്. വാട്ടർ, സാൾട്ട്, മറ്റ് അഡിക്റ്റീവ്സ് അല്ലെങ്കിൽ മറ്റ് കെമിക്കൽസ് പോലെയുള്ള സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് എന്ത് ചെയ്യും? ലിറ്റിൽ ബൈ ലിറ്റിൽ, കുറച്ചായിട്ട് എന്ത് ചെയ്യും? ഈ ഒരു ബെല്ലി ഏരിയയിലോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് as blood flows normally through the area, extra fluid and the waste products are pulled out of the blood vessels and into the belly area by the dialysate, almost like a magnet. ഇനി ഇവിടെ ആ ഒരു ബെല്ലി ഏരിയയിലൂടെ എന്താണ്? നമ്മൾ ആ ഒരു കത്തീറ്റർ എന്ന് പറയുന്ന ആ ഒരു ഓപ്പണിംഗ് വഴി പ്ലേസ് ചെയ്തിട്ടുണ്ടാവില്ല. അതുവഴി എന്ത് ചെയ്യുന്നു? കുറച്ചായിട്ട് ഈ ഒരു ഡയാലിസേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡ് ആ ഒരു ബെല്ലി ഏരിയ എന്ത് ചെയ്യുന്നു? ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. ഇനി ആ ഒരു ബ്ലഡ് വെസൽസ്, അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിന്റെ പുറമേ പോകുന്ന ആ ഒരു ബ്ലഡ് വെസൽസ് ഉണ്ടാവുമല്ലോ നമ്മുടെ ബോഡിയിൽ, എല്ലാ ഭാഗത്തും ബ്ലഡ് വെസൽസ് പോകുന്നില്ലേ? അപ്പൊ ആ ഒരു അബ്ഡോമിനൽ ഏരിയയിലൂടെ വരുന്ന എല്ലാ ബ്ലഡ് വെസൽസും എന്ത് ചെയ്യുന്നു? ആ ഒരു ഡയാലിസേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡ് ഈ ബെല്ലി ഏരിയയിൽ ഒരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്യുന്നു.
ഏതാണ് ആ ഡയലസൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡ് ഒരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്തുകൊണ്ട് ആ ഏരിയയിലുള്ള ബ്ലഡ് വെസൽസിലൂടെ ബ്ലഡ് നല്ല നോർമൽ ആയിട്ട് തന്നെ ഫ്ലോ ചെയ്ത് പോകുമല്ലോ. ആ ഫ്ലോ ചെയ്ത് പോകുന്ന സമയത്ത് അതിലുള്ള വേസ്റ്റുകൾ അതുപോലെ എക്സ്ട്രാ ഫ്ലൂയിഡ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ അത് ആര് അബ്സോർബ് ചെയ്യും? ഈ ഡയലസൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡ് അബ്സോർബ് ചെയ്ത് ഈ ഒരു ഫ്ലൂയിഡ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലൂയിഡിലേക്ക് എത്തിക്കുന്നു. എന്തിൽ നിന്നും? ബ്ലഡിൽ നിന്നും വേസ്റ്റുകൾ ആയിക്കോട്ടെ എക്സ്ട്രാ ഫ്ലൂയിഡ്സ് ആയിക്കോട്ടെ അവയെല്ലാം എന്തെങ്കിലും ഒരു മാഗ്നറ്റ് പോലെ ഈ ഒരു ഡയലസൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡ് ആക്ട് ചെയ്തുകൊണ്ട്, മാഗ്നറ്റ് എങ്ങനെയാണ് എല്ലാത്തിനെയും ആകർഷിക്കും അല്ലെ, ആകർഷിച്ച് അവരുടെ അടുത്തേക്ക് കൊണ്ടുവരും. അതുപോലെ തന്നെയാണ് ഈ ഡയലസൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡും നമ്മുടെ അബ്ഡോമിനൽ അല്ലെങ്കിൽ ബെല്ലി ഏരിയയിൽ ഇത് ഫില്ല് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ബ്ലഡ് വെസൽസ് അതിന്റെ അടുത്ത് കൂടെ പോകുന്ന ആ ഒരു ബ്ലഡ് വെസൽസിലുള്ള വേസ്റ്റുകളും എക്സ്ട്രാ ഫ്ലൂയിഡ്സും ഒക്കെ ഈ ഡയലസൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡിലേക്ക് ആ ഒരു ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്ത് എടുക്കുന്നു. ആൻഡ് ആഫ്റ്റർ എ ഫ്യൂ അവേഴ്സ്, ഇത് കുറച്ച് മണിക്കൂറുകൾ നീണ്ട ഒരു പ്രോസസ് ആണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് ഇത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കില്ല. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം എന്ത് ചെയ്യും? ആ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിരിക്കുകയായിരിക്കും. ദ ഫ്ലൂയിഡ് മിക്സ്ചർ ഈസ് എംപ്റ്റീഡ് ഔട്ട് ഫ്രം യുവർ ബെല്ലി യൂസിംഗ് ദ സെയിം catheter and bag that you was used at the beginning of the treatment. ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ അത് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം എന്ത് ചെയ്യും? ആ ബെല്ലി ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു ഡയലസൈറ്റ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അത് എന്ത് ചെയ്യണം? ആ ബെല്ലിയിൽ നിന്ന് അത് മാറ്റി റിമൂവ് ചെയ്യേണ്ടേ ആ ഡയലസൈറ്റ് എന്ന് പറയുന്ന ഫ്ലൂയിഡ്. അതിൽ എന്തൊക്കെ ഉണ്ടാവും? ഈ ബ്ലഡിൽ നിന്നുള്ള വേസ്റ്റുകളും എക്സ്ട്രാ ഫ്ലൂയിഡ്സും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ അതെന്ത് ചെയ്യും? കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അത് അതിൽ നിന്നും എന്ത് ചെയ്യണം? ആ ബെല്ലിയിൽ നിന്നും മാറ്റണം. അതിനാവശ്യമായിട്ട് നമ്മൾ ഏത് കത്തീറ്റർ ആണോ നമ്മൾ അങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത് ആ സെയിം കത്തീറ്ററും ബാഗും ഒക്കെ തന്നെയായിരിക്കും യൂസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും? ആ ഒരു ബെല്ലി ഏരിയയിലുള്ള ആ ഫ്ലൂയിഡ്സിനെ എന്ത് ചെയ്യുന്നു? പൂർണ്ണമായിട്ടും എംപ്റ്റി ചെയ്ത് കളയും. Peritoneal dialysis can be done almost anywhere if you have the supplies needed to do the treatment. ഇനി ഈ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാനായിട്ട് നമുക്ക് ഇന്ന സ്ഥലം എന്നൊന്നും വേണ്ട. എവിടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യാം. ഹോസ്പിറ്റലിൽ തന്നെ പോകണമെന്നില്ല, അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളിൽ തന്നെ പോകണമെന്നൊന്നുമില്ല. നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാം. എന്നാൽ അതിനാവശ്യമായിട്ടുള്ള ആ ട്രീറ്റ്മെന്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എവിടെയാണോ നമുക്ക് ആ സാധനങ്ങൾ എവിടെയാണെങ്കിൽ സപ്ലൈസ് അല്ലെങ്കിൽ ആ ഒരു സാധനങ്ങൾ ആ ഒരു ട്രീറ്റ്മെന്റ് നടത്താൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് എവിടെ അവൈലബിൾ ആകുന്നോ അവിടെ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ആ ഒരു പിക്ചർ നോക്കി നിങ്ങൾ. പെരിറ്റോണിയൽ ഡയാലിസിസ് നമ്മുടെ ആ ഒരു ബെല്ലി ഏരിയ, ആ ബെല്ലി ഏരിയയിൽ എന്ത് ചെയ്യുന്നു? ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിരിക്കുന്നു അല്ലെ. പെരിറ്റോണിയൽ ലൈനിങ് കാണിച്ചിട്ടുണ്ട്. ഇനി ആ പെരിറ്റോണിയൽ ലൈനിങ്ങിന്റെ ഉള്ളിലുള്ള ആ ഒരു ക്യാവിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്പേസിനെ പെരിറ്റോണിയൽ ക്യാവിറ്റി എന്ന് പറയുന്നു. അവിടെയാണ് നമ്മുടെ ആ ഒരു ഡയലസൈറ്റ് എന്ന് പറയുന്ന ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത് വെക്കുന്നത്. ഇനി ഇവിടെ ഒരു കത്തീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട് അല്ലെ. കത്തീറ്റർ ഘടിപ്പിച്ചിട്ടുണ്ട്. ആദ്യം എന്ത് ചെയ്യും? അവിടെ ആ ഒരു ഡയലസൈറ്റ് ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? കത്തീറ്ററിനുള്ളിൽ കൂടെ എന്ത് ചെയ്യുന്നു? ഡയലസൈറ്റ് സൊല്യൂഷൻ ആണ്. ഡയാലിസിസ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ ആണ് ഡയലസൈറ്റ് എന്ന് പറയുന്നത്. ആ ഒരു സൊല്യൂഷൻ എന്ത് ചെയ്യുന്നു? അകത്തേക്ക് ആ ഒരു കത്തീറ്റർ വഴി കൊടുക്കുന്നു, ഇൻഫ്ലോ നടത്തുന്നു. ഇനി അത് കുറച്ച് മണിക്കൂറുകൾ ശേഷം എന്ത് ചെയ്യും? അതിൽ എന്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാവും? ആ ഡയലസൈറ്റ് സൊല്യൂഷൻ മാത്രമല്ല മറിച്ച് ബ്ലഡിലുള്ള വേസ്റ്റുകളും എക്സ്ട്രാ ഫ്ലൂയിഡ്സും ഒക്കെ ഉൾപ്പെട്ടിട്ടുണ്ടാവും അല്ലെ. ആ ഒരു ഫ്ലൂയിഡ് കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം അത് എന്ത് ചെയ്യുന്നു? തിരിച്ച് ആ ഒരു കത്തീറ്ററിനെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ തിരിച്ച് ആ ആദ്യം യൂസ് ചെയ്ത ബാഗിലോട്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഔട്ട്ഫ്ലോ വഴി എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്ത് ആ ബെല്ലി ഏരിയ എംപ്റ്റി ചെയ്ത് കളയുന്നു. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയും വേഗം ഒന്ന് വായിച്ചു നോക്കി. പെരിറ്റോണിയൽ ഡയാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? പ്യൂരിഫൈ, നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ വെച്ച് തന്നെ എന്ത് ചെയ്യുന്നു? ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്തെടുക്കുന്നു. എന്തിന്റെ സഹായത്തോടു കൂടിയാണ്? അവിടെ ഒരു ബെല്ലി ഏരിയ അല്ലെങ്കിൽ അബ്ഡോമന്റെ ഏരിയയുടെ ആ ഒരു ലൈനിങ് ആണ് പെരിറ്റോണിയം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഒരു ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ മേജർ സർജറീസ് ഈ ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുൻപ് ചെയ്തുകൊണ്ട് ഒരു കത്തീറ്റർ പ്ലേസ് ചെയ്യുന്നുണ്ട്. ആ ഒരു അബ്ഡോമിനൽ ഏരിയ അല്ലെങ്കിൽ ബെല്ലി ഏരിയയിൽ ഒരു കത്തീറ്റർ പ്ലേസ് ചെയ്യുന്നുണ്ട്. അതിന്റെ സഹായത്തോടു കൂടി ഡയലൈസൈറ്റ് എന്ന് പറയുന്ന ഒരു മിക്സ്ഡ് ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? നമ്മൾ ആ ഒരു ബെല്ലി ഏരിയയിലേക്ക് ലിറ്റർ ബൈ ലിറ്റർ ആയിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയും അതെന്ത് ചെയ്യുന്നു? മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്തുകൊണ്ട് ബ്ലഡ് വെസൽസിലുള്ള എക്സ്ട്രാ ആയിട്ടുള്ള ഫ്ലൂയിഡിനെയോ വേസ്റ്റിനെയോ ഒക്കെ ആഗിരണം ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യുന്നു. കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു? ആ സെയിം കത്തീറ്റേഴ്സും സെയിം ബാഗൊക്കെ ഉപയോഗിച്ചിട്ട് ആ ഒരു ബെല്ലി ഏരിയയിലുള്ള ആ ഫ്ലൂയിഡിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പൂർണ്ണമായിട്ടും എംപ്റ്റി ചെയ്ത്
കളയുന്നു. ഈ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം. അതിനാവശ്യമായിട്ടുള്ള ആ ഒരു ട്രീറ്റ്മെന്റിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും എവിടെ അവൈലബിൾ ആകുന്നോ അവിടെ നമുക്ക് ഈ ഒരു പ്രൊസീജിയേഴ്സ് ചെയ്യാനായിട്ട് സാധിക്കും. വേഗം ഒന്ന് വായിച്ചു നോക്കിയേ ഇത്രയും എടുത്തത്. ഹീമോഡയാലിസിസ് തുടങ്ങിയല്ലേ നമ്മൾ ഇന്ന് പഠിച്ചത്. ടൈപ്സ് ഓഫ് ഡയാലിസിസ്, ഹീമോഡയാലിസിസ്. എന്തൊക്കെയായിരുന്നു ഹീമോഡയാലിസിസിൽ പറയുന്നത്? ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് ഡയാലിസിസ് ആണ് അല്ലെ. അതുപോലെ എന്താണ്, ഒരു ഡയാലിസിസ് മെഷീൻ ഉണ്ടായിരിക്കും, ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഫിൽട്ടർ ഉണ്ടായിരിക്കും. ഇതിനെ മൊത്തത്തിൽ എന്ത് പേരെന്ന് പറയും? ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒരു ഡയലൈസർ എന്ന് വിളിക്കാം, അല്ലാന്നുണ്ടെങ്കിലോ ഒരു ഹീമോ ഡയലൈസർ എന്ന് കൂടി ഈ ഒരു മെഷീനെയും ഫിൽറ്ററിനെയും കൂടി ഒരുമിച്ച് ആ ഒരു യൂണിറ്റിന് നമുക്ക് അങ്ങനെ വിളിക്കാം. ഇനി എന്താണ് അത്? പ്രധാനമായിട്ടും എന്താ, നമ്മുടെ ബ്ലഡിലുള്ള വേസ്റ്റസിനെയും എക്സ്ട്രാ ഫ്ലൂയിഡ്സിനെയും ബ്ലഡിൽ നിന്ന് എന്ത് ചെയ്യുന്നു? റിമൂവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ ആ ഒരു ഹീമോ ഡയാലിസിസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു മൈനർ സർജറീസ് ചെയ്തതിനു ശേഷം അവിടെ ഒരു വാസ്കുലർ അസസ് സൈറ്റുകൾ ഉണ്ടാകും അല്ലെ. ബ്ലഡ് വെസൽസിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കണം. ആ ഒരു ഓപ്പണിംഗ് വഴി നമുക്ക് ഈസി ആയിട്ട് ബ്ലഡ് അവരുടെ ബോഡിയിൽ നിന്ന്, പേഷ്യന്റിന്റെ ബോഡിയിൽ നിന്ന് എടുക്കാനും ഫിൽട്ടർ ചെയ്യാനും പ്യൂരിഫൈ ചെയ്ത ബ്ലഡ് തിരിച്ച് നമുക്ക് അവരുടെ ബോഡിയിലേക്ക് തന്നെ തിരിച്ച് സെൻഡ് ചെയ്ത് കൊടുക്കാനും സാധിക്കുന്നു. അതിൽ 3 വാസ്കുലർ അസസ് സൈറ്റുകളാണ് നമ്മൾ പഠിച്ചത്. ആർട്ടീരിയോ വീനസ് അല്ലെങ്കിൽ AV ഫിസ്റ്റുല, AV ഗ്രാഫ്റ്റ്, വാസ്കുലർ അസസ് കത്തീറ്റർ. അല്ലെങ്കിൽ AV ഫിസ്റ്റുല എന്ന് പറയുന്നത് ഇവിടെ ഒരു സർജിക്കൽ കണക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് ആർട്ടറീസും വെയിൻസും തമ്മിൽ. എന്നാൽ അതൊരു നാച്ചുറൽ അസസ് സൈറ്റ് ആണ്. ബ്ലഡ് വെസൽസിലൂടെ മാത്രം ഫോം ചെയ്തിരിക്കുന്ന ഒരു അസസ് സൈറ്റ് ആയതുകൊണ്ട് അവിടെ റയറസ്റ്റ് ചാൻസ് ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ക്ലോട്ടിങ് അല്ലെ. ക്ലോട്ടിങ്ങിനും ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള വളരെ റയർ ആയിട്ടുള്ള ചാൻസുകൾ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അതുപോലെ ഇതൊരു പ്രധാനമായിട്ടും ആംസിൽ അല്ലെങ്കിൽ കൈകളിലാണ് ചെയ്യുന്നത്. എന്നാൽ അവിടെ ഇനഫ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ആർട്ടറീസ് ഇല്ല, അല്ലെങ്കിൽ എന്താണ് ലാർജ് അല്ലാത്ത ആർട്ടറീസ് ആണോ ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ലെഗിലോട്ട് ആ ഒരു പ്രൊസീജിയേഴ്സ് മാറ്റാം. AV ഗ്രാഫ്റ്റ് ആണെങ്കിലോ, ആർട്ടീരിയസ് വീനസ് ഗ്രാഫ്റ്റ് ആണെങ്കിൽ ഇതും ഒരു വാസ്കുലർ അസസ് സൈറ്റ് തന്നെയാണ്. ഹീമോഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 3 വാസ്കുലർ അസസ് സൈറ്റുകളാണ് നമ്മൾ പഠിച്ചത്. AV ഗ്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ നോർമലി എന്താണ്, അത് വെയിൻസിനെയും ആർട്ടറീസിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് എന്തുവഴിയാണ് കണക്ട് ചെയ്യുന്നത്? ഹോളോ സിന്തറ്റിക് ട്യൂബ് അല്ലെ, ഒരു ഗ്രാഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ് അത് തമ്മിൽ കണക്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താ, ഒരു ആർട്ടറീസിൽ നിന്നും വെയിൻസിലോട്ട് ഒരു ബ്ലഡ് ഫ്ലോ ഈ ഒരു ഗ്രാഫ്റ്റ് വഴി നടക്കുന്നത് വഴി അവിടെ ഒരു ഓപ്പണിംഗ് ഉണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പ്രൊസീജിയറിന് ആവശ്യമായിട്ടുള്ള ബ്ലഡ് കളക്ട് ചെയ്യാനും പ്യൂരിഫൈ ചെയ്യാനും ഫിൽട്ടർ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നു. ഞാൻ ഈ ഒരു ഗ്രാഫ്റ്റ് എങ്ങനെയാണ് പ്രധാനമായിട്ടും എന്തിനുള്ള സൊല്യൂഷൻ ആണ്? സ്മോൾ അല്ലെങ്കിൽ വീക്ക് ഹാൻഡ്സ് ഉള്ള വെയിൻസ് ഉള്ളവർക്കാണ് കൂടുതലായിട്ടും ഈ ഒരു AV ഗ്രാഫ്റ്റുകൾ നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് വാസ്കുലർ അസസ് കത്തീറ്ററുകൾ എന്ന് പറയുന്നത്. വാസ്കുലർ അസസ് കത്തീറ്റർ എന്ന് പറഞ്ഞാൽ നെക്കില് ലാർജ് വെയിൻസില് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ട്യൂബ് അല്ലെങ്കിൽ കത്തീറ്റർ പ്ലേസ് ചെയ്തു. അതുവഴി എന്ത് ചെയ്യുന്നു? ഷോർട്ട് ടേം ആയിട്ട് ഹീമോ ഡയാലിസിസുകൾ ചെയ്യുന്നു. ഇനി അവിടെ എന്താണ്, AV ഫിസ്റ്റുലയോ അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റോ ഒക്കെ എന്താണ് ചെയ്തെടുക്കാനായിട്ട് അല്ലെ, അതൊരു ഹീമോ ഡയാലിസിസിന് വേണ്ടി ആ ഒരു സർജറീസ് ചെയ്ത് റെഡി ആവാനായിട്ട് കുറച്ച് സമയമെടുക്കും. ആ സമയം വരെ ഷോർട്ട് ടേം ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഹീമോ ഡയാലിസിസ് ചെയ്യേണ്ടതായിട്ട് വരികയാണെങ്കിൽ ഒരു ഷോർട്ട് ടേം ആയിട്ട് നമുക്ക് എന്ത് മെത്തേഡ് ഉപയോഗിക്കാം? വാസ്കുലർ അസസ് കത്തീറ്റർ സൈറ്റുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഹീമോ ഡയാലിസിസ് പെർഫോം ചെയ്യാം. ഇനി ഒരു നെഫ്രോളജിസ്റ്റ് ഡോക്ടർ എന്ന് പറയുന്നത് ആരാണ്? അവര് കിഡ്നി പ്രോബ്ലംസിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് നെഫ്രോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. ഇനി ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റുകൾ വരുമ്പോൾ ആരാണ്? അവരും ഡോക്ടേഴ്സ് തന്നെയാണ്. അവർ എന്തിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നതാണ്? മെഡിക്കൽ ഇമേജിംഗ് ടൂൾസ് ഉപയോഗിച്ചിട്ട് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ കത്തീറ്റർ പ്ലേസ്മെന്റുകൾ നടത്തുന്ന ഡോക്ടേഴ്സ് ആണ് ഇന്റർവെൻഷണൽ റേഡിയോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ വാസ്കുലർ അസസ് കത്തീറ്ററൈസേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും അത് ചെയ്യുക. എന്താ പറയുന്നത്? അവിടെ അവർക്ക് അനസ്തേഷ്യസും സെഡേഷൻസും ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രൊസീജിയേഴ്സ്. കാരണം പെയിൻഫുൾ ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു കോഴ്സ് ഓഫ് ടൈം എത്രയാണോ ആ ഒരു പ്രൊസീജിയർ ചെയ്യാൻ എടുക്കുന്നത്, ആ പ്രൊസീജിയർ ചെയ്യുന്ന സമയങ്ങളിൽ അനസ്തേഷ്യയും സെഡേഷനും ഒക്കെ ആ ഒരു പേഷ്യന്റിന് കൊടുക്കുന്നുണ്ട്, അവരൊന്ന് റിലാക്സ് ആവാനും കാം ആവാനൊക്കെ വേണ്ടിയിട്ട്. എന്താ ഈ ഒരു പ്രൊസീജിയർ ചെയ്യുമ്പോൾ അതൊരു എന്താണ്, വീനസ് അല്ലെങ്കിൽ വാസ്കുലർ അസസ് കത്തീറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഷോർട്ട് ടേം യൂസ് മാത്രമേ പറ്റുള്ളൂ. ലോങ് ടേം യൂസ് ആയി കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടുകളോ ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ എന്താ പെയിൻസ് ഒക്കെ നാരോ ആയി പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ട്. മറ്റു വേറൊരു കാര്യം പറഞ്ഞത് എന്താണ്, നമ്മള് ഈ ഒരു പേഷ്യന്റിന് ഇങ്ങനെ ഒരു ഹീമോ ഡയാലിസിസ് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം ഒരു ആവശ്യകത വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു AV ഫിസ്റ്റുലയോ അല്ലെങ്കിൽ AV ഗ്രാഫ്റ്റോ ഒക്കെ ചെയ്തെടുക്കാനായിട്ടുള്ള സമയം ചിലപ്പോൾ അവർക്ക് ഉണ്ടായിരുന്നു
വരില്ല. അപ്പൊ അങ്ങനെ സമയമില്ലാത്തവരാണ് പെട്ടെന്ന് ഈ ഒരു ഹീമോഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമ്മൾ അവിടെ വാസ്കുലർ അസിസ്റ്റ് കത്തീറ്റർ ചെയ്തതിനു ശേഷം പ്ലേസ് ചെയ്തതിനു ശേഷം അത് യൂസ് ചെയ്തുകൊണ്ട് ഹീമോഡയാലിസിസ് നടത്തുന്നു. ഇനി എ ബി ഗ്രാഫ്റ്റോ അല്ലെങ്കിൽ എ ബി ഫിസ്റ്റുലയോ ആ ഒരു പേഷ്യന്റിന് ചെയ്ത് അത് ഓരോരുത്തരുടെയും പേഷ്യന്റിന്റെ കണ്ടീഷൻ അനുസരിച്ചായിരിക്കും എ ബി ഗ്രാഫ്റ്റ് വേണോ എ ബി ഫിസ്റ്റുല വേണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ അവ രണ്ടും ഏതെങ്കിലും മൈനർ സർജറീസിലൂടെ ചെയ്യുകയാണെങ്കിൽ അതെന്ത് ചെയ്യുന്നു, ചിലത് എ ബി ഫിസ്റ്റുല ആണെങ്കിൽ 2 to 3 months എടുക്കും അതൊന്ന് ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതൊന്ന് ഹീലായി ഹീമോഡയാലിസിന് റെഡി ആയി വരാനായിട്ട്. എ ബി ഗ്രാഫ്റ്റ് ആണെങ്കിലോ 2 to 3 weeks കൊണ്ട് തന്നെ അത് ഹീലായിട്ട് റെഡി ആയിട്ട് ഹീമോഡയാലിസിസ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു സമയത്തേക്ക് മാത്രമാണ് നമ്മൾ ഷോർട്ട് ടേം ആയിട്ട് ആ ഒരു വാസ്കുലർ അസസ് സൈറ്റുകൾ യൂസ് ചെയ്തുകൊണ്ട് ഹീമോഡയാലിസിസ് ചെയ്യുന്നത്. പെരിറ്റോണിയൽ ഡയാലിസിസിൽ എന്താ പറയുന്നത്? പെരിറ്റോണിയൽ ഡയാലിസിസിൽ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യുന്ന നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ തന്നെയാണ്. എന്താണ്, ഡയാലിസിസ് മെഷീനുകളൊന്നും പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നില്ല. ഇനി ഇവിടെ എന്താണ് ലൈനിങ്, നമ്മുടെ അബ്ഡോമന്റെ അല്ലെങ്കിൽ ബെല്ലി ഏരിയയുടെ ലൈനിങ് ആയിട്ടുള്ള പെരിറ്റോണിയമാണ് ഫിൽറ്റർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി അവിടെ എന്താ, പെരിറ്റോണിയൽ ഡയാലിസിസ് തുടങ്ങുന്നതിന് മുൻപും ഒരു മൈനർ സർജറി നടത്തുന്നുണ്ട്. ആ ബെല്ലി അല്ലെങ്കിൽ അബ്ഡോമിനൽ ഏരിയയിൽ ഒരു എന്താ കത്തീറ്റർ പ്ലേസ് ചെയ്യുന്നു. ആ കത്തീറ്റർ വഴി എന്ത് ചെയ്യുന്നു, ഡയാലിസേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡ് ആ ഒരു ബെല്ലി ഏരിയയിൽ കുറച്ചായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയും അതൊരു മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്തുകൊണ്ട് ബ്ലഡിലുള്ള വേസ്റ്റിനെയും എക്സ്ട്രാ ഫ്ലൂയിഡ്സിനെയും അബ്സോർബ് ചെയ്ത് ഈ ഒരു ഫ്ലൂയിഡിലേക്ക് എടുക്കുകയും തിരിച്ചെന്ത് ചെയ്യുന്നു, കുറച്ച് അവേഴ്സ് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ബെല്ലി ഏരിയയിലുള്ള ഈ ഫ്ലൂയിഡും എന്താണ് വാട്ടറും എന്താണ് വേസ്റ്റുകളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ആ ഒരു ഫ്ലൂയിഡിനെ എന്ത് ചെയ്ത് കളയുന്നു, എംപ്റ്റി ചെയ്ത് ആ ഒരു സെയിം കത്തീറ്റർ ഉപയോഗിച്ച് തന്നെ നമ്മൾ ആ ഒരു എംപ്റ്റി ചെയ്ത് തിരിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസ് നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ പോയി ചെയ്യണമെന്നൊന്നുമില്ല, മറിച്ച് നമുക്ക് എന്താണ് വീട്ടിലിരുന്നു കൊണ്ട് അല്ലെങ്കിൽ എവിടെയാണോ ആ ഈ ഒരു ട്രീറ്റ്മെന്റ് നടത്താൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എവിടെ ലഭിക്കുന്നു അവിടെ നമുക്ക് ആ ഒരു പ്രൊസീജിയേഴ്സ് ചെയ്യാൻ പറ്റും. ഇനി ടൈപ്സ് ഓഫ് പെരിറ്റോണിയൽ ഡയാലിസിസ് ഉണ്ട്. അത് ഫസ്റ്റ് വൺ ആണ് കണ്ടിന്യൂസ് ആംബുലേറ്ററി പെരിറ്റോണിയൽ ഡയാലിസിസ്, കണ്ടിന്യൂസ് സൈക്ലിക് പെരിറ്റോണിയൽ ഡയാലിസിസ്, ഇന്റർമിറ്റന്റ് പെരിറ്റോണിയൽ ഡയാലിസിസ്. ഈ 3 ടൈപ്പും കൂടി നമുക്ക് ആ ഒരു പെരിറ്റോണിയൽ ഡയാലിസിസിന്റെ ഭാഗമായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വേഗം ചോദിച്ചേ. ഡൗട്ട്സുകൾ ഉണ്ടോ? എന്താണ് ജംഷീന? ഡയാലിസിസില് ക്ലിയർ ആയില്ല. മാം കേൾക്കുന്നുണ്ട്. എന്താണ്, കുറച്ചുകൂടി ഉച്ചത്തിൽ പറയാമോ? ക്ലിയർ ആവുന്നില്ല. പെരിറ്റോണിയൽ ഡയാലിസിസ് പറഞ്ഞില്ലേ? പെരിറ്റോണിയൽ ഡയാലിസിസ് ഒന്നും കൂടി പറയണം. ആ പറയൂ, ഒന്ന് മെസ്സേജ് ഇടാമോ? മറ്റാർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആയോ? ഈ ഒരു ഭാഗം ക്ലിയർ ആയോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചോദിച്ചോ. ആർക്കും ഡൗട്ട്സ് ഇല്ല? ആ പറയൂ. പെരിറ്റോണിയൽ ഡയാലിസിസിലെ ഒരു ബെല്ലി ഏരിയയില് കത്തീറ്റർ ഘടിപ്പിച്ചിട്ട് അതില് ഡയാലിസേറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ചായിട്ട് ബെല്ലി ഏരിയയിൽ ഫിൽ ചെയ്യുന്ന പറഞ്ഞില്ലേ? അതിനുശേഷം പറഞ്ഞ ഒരു പോയിന്റ് മനസ്സിലായില്ല. അതിനുശേഷം ഏത് പോയിന്റ് ആണ്? മറ്റേ ഡയാലിസേറ്റ് മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്തിട്ട് എക്സ്ട്രാ ഫ്ലൂയിഡ്സ് വേസ്റ്റ് പ്രൊഡക്ട്സ് ഒക്കെ അബ്സോർബ് ചെയ്ത്
അതിനുശേഷം ആ ബ്ലഡ് ഏരിയയിലൂടെ നമ്മുടെ എന്താണ് നമ്മുടെ ബോഡിയിലെ ഏത് ഭാഗത്തിൽ കൂടെയും നമ്മുടെ ബ്ലഡ് വെസൽസ് പോകുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു ബെല്ലി ഏരിയയിൽ അല്ലെങ്കിൽ ആ ഒരു പെരിറ്റോണിയം ലൈനിങ്ങുമായി ബന്ധപ്പെട്ടും ബ്ലഡ് വെസൽസ് പോകുന്നുണ്ട് അല്ലെ. അതിന്റെ ആ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ബോഡിയിൽ ഏത് ഭാഗത്തും ബ്ലഡ് വെസൽസ് ഉണ്ടാവുമല്ലോ. അപ്പൊ ആ ഒരു ഭാഗത്ത് കൂടെ ബ്ലഡ് വെസൽസ് കൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡയലസൈറ്റ് എന്ന് പറയുന്ന ആ ഒരു ഫ്ലൂയിഡ് മാഗ്നറ്റ് പോലെ ആക്ട് ചെയ്തുകൊണ്ട് ആ ബ്ലഡ് ആ ക്രോസ് ചെയ്ത് പോകുന്ന ആ ഒരു ബ്ലഡിലുള്ള വേസ്റ്റസോ അല്ലെങ്കിൽ എക്സ്ട്രാ ഫ്ലൂയിഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഈ ഒരു ഫ്ലൂയിഡിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോ നമുക്ക് ഇതിന്റെ പറ്റിയുള്ള കുറെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടെ ക്ലാസ്സിലെ വീഡിയോസും കാര്യങ്ങളും കാണിക്കാനുള്ള റെസ്ട്രിക്ഷൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്. അതുപോലെ എന്താണ് കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയുള്ള ലൈവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് കാണിച്ചു തരാൻ സാധിക്കാത്തത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് യൂട്യൂബിലൊക്കെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അതൊന്ന് കുറച്ചും കൂടി കണ്ടൊക്കെ നോക്കണം കേട്ടോ. അപ്പൊ ഈ ഏതാണ് AV ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ AV ഫിസ്റ്റുല ചെയ്യുന്നതിന്റെ then എന്താണ് ഇതുപോലെ പെരിറ്റോണിയൽ ഡയാലിസിസ് ചെയ്യുന്നതിന്റെ ഹീമോ ഡയാലിസിസ് ചെയ്യുന്നതിന്റെ ഒക്കെ കുറെ വീഡിയോസും കാര്യങ്ങളും. അപ്പൊ അതൊക്കെ നിങ്ങൾ കുറച്ചും കൂടി കണ്ടു നോക്കുമ്പോൾ ഈ ഒരു ചിത്രത്തിൽ നിന്ന് മനസ്സിലാവുന്നതിൽ കൂടുതൽ നിങ്ങൾക്ക് അതൊന്ന് കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും കേട്ടോ. അപ്പൊ നിങ്ങൾ യൂട്യൂബിലൊക്കെ കയറുമ്പോൾ ഒരു 5-10 മിനിറ്റ് അതിന് വേണ്ടി ഒന്ന് സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് എന്താണ് ക്ലാസ് എടുക്കുന്നതിൽ കൂടുതൽ നമുക്ക് എന്താ അതൊരു കണ്ടുകൊണ്ട് നമുക്ക് ആ ഒരു പോയിന്റ്സ് വായിക്കുമ്പോൾ പിന്നെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. ഇനി വേറെ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആയോ? ഇത്രയും പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ ഞാൻ വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. റെസ്പോണ്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ മാം, താങ്ക് യു. Okay, ma'am. ഓക്കെ. Thank you, ma'am.